ഹായ് ഓൾ, ക്യൂബിറ്റ് അക്കാഡമിയുടെ എക്സ്പ്രസ് ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫസ്റ്റ് ക്ലാസ് ക്യു എ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർസെൻറ്റേജിൻ്റെ ക്ലാസ് ആണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഈ ഒരു ബാച്ചിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. RRBൻ്റെ NTPC ഫേസ് 1 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ടയർ 1 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കുകളാണ്, ഒന്ന് പെർസെൻറ്റേജും മറ്റൊന്ന് റേഷ്യോ പ്രപ്പോർഷനും. കാരണം ഈ രണ്ട് ടോപ്പിക്കിൻ്റെയും ആപ്ലിക്കേഷൻ പല പല ടോപ്പിക്കുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കോൺസെപ്റ്റ് പെർസെൻറ്റേജിൻ്റെയും അതേപോലെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ്റെയും കോൺസെപ്റ്റ് നിങ്ങൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിൽ നിന്ന് കൂടുതൽ ടോപ്പിക്കുകളിലേക്ക് ഈ പറഞ്ഞ കോൺസെപ്റ്റുകൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. എന്താണ് പെർസെൻറ്റേജ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ശതമാനം എന്ന് പറയും. ആക്ച്വലി ഇപ്പം സിമ്പിളായിട്ട് എന്താണ് പെർസെൻറ്റേജിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ കമ്പയർ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് പെർസെൻറ്റേജ് ഉപയോഗിക്കാമെന്ന് പറയാൻ പറ്റും. ഇപ്പം നമുക്ക് രണ്ട് യൂണിവേഴ്സിറ്റി എടുക്കുകയാണ്. ഇപ്പം ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റുഡൻറ്റ് പഠിക്കുന്നു. ആ സ്റ്റുഡൻറ്റിൻ്റെ ഒരു ഫൈനൽ മാർക്ക് വരുന്നു. അപ്പം ആ ഒരു ഫൈനൽ മാർക്ക് ആ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഫൈനൽ മാർക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 1200 എക്സാം നടത്തിയെന്ന് വിചാരിക്കുക. അപ്പം ആ കുട്ടിക്ക് 1200 ഒരു 800 മാർക്ക് കിട്ടി. 1200 കുട്ടിക്ക് എന്ത് കിട്ടി, 800 മാർക്ക് കിട്ടി. ഓക്കെ, വേറൊരു യൂണിവേഴ്സിറ്റിയിൽ ഇതേ കോഴ്സ് ചെയ്യുന്ന ഒരു കുട്ടി, കുസാറ്റ് യൂണിവേഴ്സിറ്റി ആണെന്ന് എടുക്കാം. അപ്പം അവിടെ ആ കുട്ടിക്ക് എക്സാം വരുന്നത് 500 മാർക്കിലാണ് എക്സാം വരുന്നത്. 500 ആ കുട്ടിക്ക് ഒരു 420 മാർക്ക് കിട്ടി, 420 മാർക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നോക്കൂ, ഒരേ കോഴ്സ് ചെയ്യുന്ന രണ്ടാൾക്കാർ, ഒരാൾക്ക് 1200 800 കിട്ടി, മറ്റൊരാൾക്ക് 500 എന്ത് കിട്ടി, 420 കിട്ടി. അപ്പം ഇതിൽ മാർക്ക് കൂടുതൽ കിട്ടിയത് 800 അല്ലേ ആണ്. അതുകൊണ്ട് ഇയാളാണ് മിടുക്കൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ഇവിടെ നമ്മൾ മാർക്ക് കൗണ്ട് ചെയ്യുന്നത് 1200 ഇവിടെ മാർക്ക് കൗണ്ട് ചെയ്യുന്നത് എന്തിലാണ്, 500 അപ്പം ഇങ്ങനെ രണ്ട് ഡിഫറെൻറ്റ് ബേസ് ഉള്ള പല ആൾക്കാരെ ഒരു 100ലേക്ക് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ഉപയോഗിക്കുന്നത്, പെർസെൻറ്റേജ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ പെർസെൻറ്റേജ് മലയാളം പറയുകയാണെങ്കിൽ ശതമാനം, ശതം എന്ന് പറഞ്ഞാൽ 100 ആണല്ലേ. സോ 100 കാൽക്കുലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പെർസെൻറ്റേജ് പെർസെൻ്റ് ആണ്, 100ലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ചെയ്യുന്നു. ബേസിക്കലി അതാണ് പെർസെൻറ്റേജിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പെർസെൻറ്റേജ് കാണാൻ നിങ്ങൾക്ക് അറിയും അല്ലേ? പെർസെൻറ്റേജ് കാണാനായിട്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 420 500ൻ്റെ എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, 420 ഡിവൈഡഡ് ബൈ 500 ഇൻറ്റു 100 ചെയ്താൽ എന്ത് കിട്ടും, ആളുടെ പെർസെൻറ്റേജ് കിട്ടും. സോ അപ്പം അതാണ് ഒരു പെർസെൻറ്റേജിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പെർസെൻറ്റേജിൽ മെയിൻ ആയിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ആ രണ്ട് കാര്യങ്ങളിലേക്കാണ് നമ്മൾ കിടക്കാൻ പോകുന്നത്. ഒന്ന് എക്സ് പെർസെൻറ്റേജ് ഓഫ് വൈ, എക്സ് പെർസെൻറ്റേജ് ഓഫ് വൈ. രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പി ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ക്യൂ. പി ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ക്യൂ. ഈ രണ്ട് കോൺസെപ്റ്റുകളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ക്ലിയർ ആക്കേണ്ടത് മെയിനായിട്ടും. ഇപ്പം നമുക്കറിയും ഈ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ വന്നു കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്, എക്സ് പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, x/100 ചെയ്താൽ മതി. പി പെർസെൻറ്റേജ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, p/100 ചെയ്താൽ മതി അല്ലേ? അപ്പം എക്സ് പെർസെൻറ്റേജ് ഓഫ് വൈ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവിടെ ആക്ച്വലി എന്താ ചെയ്യുന്നത്, x/100 ഇൻറ്റു എന്ത് ചെയ്താൽ മതി, y ചെയ്താൽ മതി. ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം നോക്കൂ. ഓക്കെ, 24% ഓഫ് 1300, 24% ഓഫ് 1300 കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ആക്ച്വലി ചെയ്യുന്നത്, 24 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എന്താ വരുന്നത്, 1300 ആണ് വരുന്നത് അല്ലേ? അപ്പം ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ബട്ട് അവിടെ നിങ്ങൾ അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കുക. ഞാനിപ്പം ഈ എഴുതിയതിന് ഞാൻ ഒന്നും കൂടി ഒന്ന് മാറ്റി എഴുതുകയാണ്. സോ 24 ഇൻറ്റു 1300 by 100.
നോക്കൂ, ആദ്യം എഴുതിയതും രണ്ടാമത് എഴുതിയതും തമ്മിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഫൈനലി നമുക്ക് കിട്ടുന്ന കാൽക്കുലേറ്റഡ് വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ബട്ട് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി മീനിങ് ഫുൾ ആകുന്നത് ഇതാണ്. 24 × 1300/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം നോക്കൂ, ഇപ്പം ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഒന്നും കൂടി ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി പറയുകയാണ്. നമ്മളിപ്പം ചെയ്യുന്നത് എന്താണ്? 24% കാണുന്നു അല്ലേ? എന്തിൻ്റെയാണ്? 1300-ൻ്റെ ആണ്. ഇപ്പം ഒരു 1300-ൽ നടത്തുന്ന ഒരു എക്സാം ആണെന്ന് വിചാരിക്കുക. 1300-ൽ ഒരു എക്സാം നടത്തുകയാണ്. അപ്പം മുഴുവൻ മാർക്ക് കിട്ടിയ ആൾക്ക് നമ്മൾ എന്ത് പറയാറുണ്ട്? ഒരു കുട്ടിക്ക് 1300-ൽ 1300 മാർക്ക് കിട്ടി, നമ്മൾ എന്ത് പറയാറുണ്ട്? 100% മാർക്ക് കിട്ടി എന്ന് പറയും അല്ലേ? അപ്പം അതേപോലെ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 24%. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഞാനിപ്പം രണ്ടാമത് എഴുതിയതിൻ്റെ ലോജിക്ക് അതാണ്. ഈ ഒരു 1300 എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? 100-ന് ഈക്വലാണ്. അങ്ങനെയാണെങ്കിൽ 1300/100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 1% കിട്ടും അല്ലെ? 1300/100 ചെയ്താൽ 1% കിട്ടും. 1% കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭൂമിയിലുള്ള എത്ര ശതമാനം വേണേലും കാണാൻ പറ്റും. 24% കാണാനുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? × 24 ചെയ്യുന്നു. 35% ആണ് കാണേണ്ടത് എങ്കിൽ ഇൻറ്റു എന്ത് ചെയ്യുന്നു? 35 ചെയ്യുന്നു. അപ്പം ബേസിക്കലി നിങ്ങൾ നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്, X% ഓഫ് Y കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി എന്താ ചെയ്യുന്നത്? എക്സിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? വൈയുടെ 1% കൊണ്ട്. വൈയുടെ 1% കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ ചെയ്യുന്നത്. ക്ലിയർ? അപ്പം നോക്കൂ, കറക്റ്റ് അല്ലേ? 24% ഓഫ് 1300 കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുക 1%. 1%ൻ്റെ വാല്യൂ എത്ര കിട്ടും? 13 കിട്ടും. 24% കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 24 × എന്ത് ചെയ്യുന്നു? 13 ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? ഇനിയും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 1-2 എക്സാമ്പിളുകൾ എടുക്കാം X% ഓഫ് വൈൻ്റെ കോൺസെപ്റ്റ് ബേസ് ചെയ്തുകൊണ്ട്. ഓക്കെ, 32% ഓഫ് 1200 അല്ലേ? ആക്ച്വലി 32% ഓഫ് 1200 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ കാണാനായിട്ട് നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നത്? 32 / 100 × എന്ത് ചെയ്യുന്നു? 1200. ആക്ച്വലി അവിടെ 0 zeros ക്യാൻസൽ ആവുന്നു. സോ ആൻസർ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 32 × 12 ചെയ്താൽ മതി. 384 കിട്ടും, വാട്ടവർ. ഓക്കെ, അപ്പം 32 × 12 ചെയ്താൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പം ഈവൻ നമ്മൾ മനസ്സിലാക്കുക, 1200-ന് മുകളിലാണ് നമ്മൾ എന്ത് കാണുന്നത്? ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നമ്പർ എന്ന് പറയുന്നത് ഓൾവേസ് നമുക്ക് എന്തായിരിക്കും? ഓൾവേസ് നമ്മളുടെ 100% ആയിരിക്കും. 100% 1200 ആണെങ്കിൽ 10% കണ്ടുകൂടെ? രണ്ട് സൈഡിലും ഓരോ 0 കട്ട് ചെയ്താൽ എന്ത് കിട്ടും? 10% കിട്ടും. അഗെയിൻ ഒരു 0 കൂടി കട്ട് ചെയ്താൽ എന്ത് കിട്ടും? 1% കിട്ടും. ക്ലിയർ? അപ്പം നമുക്ക് 1% കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇവിടെ നിന്ന് 2 ഡെസിമൽ അല്ലേ, 2 പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? 1% കിട്ടും. അപ്പം അത് മനസ്സിലാക്കുക. സോ 32% ഓഫ് 1200 കാണാൻ അപ്പം നമുക്ക് ഒറ്റ സ്റ്റെപ്പ് മതി, ഓർത്തിരിക്കുക. 32 × എന്ത് ചെയ്യുക? 12 ചെയ്യുക. ഇപ്പം 1450-യുടെ 12% കാണാൻ പറയുകയാണ്. 1450-യുടെ 12% കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 1% എന്താണെന്ന് മനസ്സിലാക്കുക. 1% കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 2 ഇതിന് ഡെസിമൽ കണ്ടാൽ മതി അല്ലേ? അപ്പോൾ 1% എത്ര കിട്ടും? 14.5 കിട്ടും. 12% കാണാൻ എന്ത് ചെയ്താൽ മതി? 14.5 × എന്ത് ചെയ്യാം? 12 ചെയ്യാം. സോ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ കോൺസെപ്റ്റ് X% ഓഫ് Y എന്നുള്ളത്. അത് നന്നായിട്ട് മനസ്സിലാക്കുക. അത് ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് RRB NTPCയിൽ ചോദിക്കാറുണ്ട്. ഇനിയും ഇപ്പം നോക്കൂ, 50% ആണ് കാണാൻ പറയുന്നത് എങ്കിൽ ആക്ച്വലി അവിടെ എന്താ വരുന്നത്? 50% ഓഫ് ഒരു 600. 50% ഓഫ് 600 കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ എന്താ ചെയ്യുന്നത്? 50/100 ഓഫ് മീൻസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ? അപ്പോൾ 50/100 × എന്ത് ചെയ്താൽ മതി? 600 ചെയ്താൽ മതി.
അപ്പോൾ ആക്ച്വലി 50/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരുന്നത്? നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എഴുതാൻ പറ്റും? 1/2 എന്ന് എഴുതാൻ പറ്റും. അപ്പം ഇതേപോലെ നമുക്ക് ചില പേഴ്സൻറ്റേജുകളെയൊക്കെ നമുക്ക് പേഴ്സൻറ്റേജിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം ഫ്രാക്ഷനിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതായിരിക്കും അല്ലേ? ഇപ്പോൾ 50% കാണാൻ പറഞ്ഞാൽ എളുപ്പം എന്താണ്? നേരെ പകുതി കാണുക. 25% കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്ത് കണ്ടാൽ മതി? 1/4 കണ്ടാൽ മതി. അങ്ങനെ നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ ഫ്രാക്ഷൻസ് ഉണ്ട്. പേഴ്സൻറ്റേജിന് പകരം എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഈക്വലന്റ് ഫ്രാക്ഷൻസ് ഒരുപാടുണ്ട്. അപ്പം ആ ഫ്രാക്ഷൻസ് എല്ലാം നിങ്ങൾ നിർബന്ധമായും എന്ത് ചെയ്യണം? കാണാണ്ട് തന്നെ പഠിക്കുക, മനസ്സിലാക്കുക അല്ലേ? നമ്മളിപ്പോൾ ഒരു പേഴ്സൻറ്റേജിനെ നമുക്ക് ഫ്രാക്ഷൻ ആക്കാനായിട്ട് അല്ലേ, ഇപ്പം എന്ത് ചെയ്താൽ മതി? പേഴ്സൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കാനായിട്ട് 50%, ഇപ്പം പറഞ്ഞ കാര്യം തന്നെ 50% എന്ന് പറയുന്നതിനെ ഫ്രാക്ഷൻ ആക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 50 എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ മതി. 50/100 ചെയ്താൽ എന്ത് കിട്ടും? ഫ്രാക്ഷൻ കിട്ടും. ഇപ്പം 20%ൻ്റെ ഈക്വലന്റ് ഫ്രാക്ഷൻ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ മതി. 20/100 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1/5 കിട്ടും. അപ്പം മനസ്സിലാക്കുക, പേഴ്സൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കാനായിട്ട് അത് ഡിപ്പെൻസ് ആണ്. നമുക്ക് തരുന്ന പേഴ്സൻറ്റേജ് വാല്യൂവും നമ്മൾ പേഴ്സൻറ്റേജ് കാണേണ്ട നമ്പറിനെയും അനുസരിച്ചിരിക്കും. ചിലപ്പം ഫ്രാക്ഷൻ ആക്കുന്നതായിരിക്കും എളുപ്പം, ചിലതിൽ ഡയറക്റ്റ് പേഴ്സൻറ്റേജിൽ തന്നെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അപ്പം പേഴ്സൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന പേഴ്സൻറ്റേജിനെ /100 ചെയ്താൽ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ കിട്ടും. അതേപോലെ തന്നെ ഫ്രാക്ഷനെ പേഴ്സൻറ്റേജ് ആക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതിയാവും? ×100 ചെയ്താൽ മതിയാവും. ഇപ്പം 1/2 എന്ന് പറഞ്ഞാൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള പേഴ്സൻറ്റേജ് കാണാൻ എന്ത് ചെയ്താൽ മതി? ×100 ചെയ്താൽ മതി. സോ 1/2 × 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടും? 50% കിട്ടും. 1/4 ഈസ് വാട്ട് പെർസെൻറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 1/4 × 100. 1/4 × 100 ചെയ്താൽ എത്ര കിട്ടും? 25% കിട്ടും. ഈ NTPC എക്സാമിനൊക്കെ എസ്പെഷ്യലി ടയർ 1 ഇങ്ങനത്തെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. 33.33% ഫ്രാക്ഷൻ എത്ര എന്നൊക്കെ ചോദിച്ചിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങൾ മാത്രം ഓർത്തിരിക്കുക. പേഴ്സൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കാൻ /100 അതേപോലെ ഫ്രാക്ഷനെ പേഴ്സൻറ്റേജ് ആക്കാൻ ×100 ചെയ്യുക. ഓക്കെ, നമ്മൾ പറഞ്ഞായിരുന്നു ഇതേപോലത്തെ ഒരുപാട് ഫ്രാക്ഷൻസ് ഉണ്ട്. നമുക്ക് ആ ഫ്രാക്ഷൻസ് പഠിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ സ്ലൈഡിൽ നിങ്ങൾക്ക് കുറേ ഫ്രാക്ഷൻസ് കാണാൻ പറ്റും. നിങ്ങൾ അതൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. നോക്കൂ, 1/2 ശരിയല്ലേ? 1/2 എന്ന് പറഞ്ഞാൽ പേഴ്സൻറ്റേജ് ആക്കാൻ എന്ത് ചെയ്താൽ മതി? 1/2 × 100 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 50% കിട്ടും. 1/3നെ പേഴ്സൻറ്റേജ് ആക്കാൻ സെയിം ആക്ടിവിറ്റി ആണ്. ×100 ചെയ്താൽ എന്ത് കിട്ടും? 33.33 കിട്ടും, അല്ലെങ്കിൽ 33 1/3 കിട്ടും. 2 രീതിയിലും എക്സാമിന് ചോദിക്കാം. 2 കണ്ടാലും ഒരാളാണെന്ന് മനസ്സിലാകണം അല്ലേ? ഏത് കണ്ടാലും രണ്ടും ഒരാളാണെന്നുള്ളൊരു കാര്യം നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പം 1/3 എന്ന് പറഞ്ഞാൽ 33.33, 1/4 25, അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈവൻ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ചില വാല്യൂ പഠിക്കുമ്പം ഇപ്പം 1/3 33.33 എന്ന് പഠിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ മൾട്ടിപ്പിളും കൂടി ഓർത്തിരിക്കുക. 1/3 33.33 ആണെങ്കിൽ ചിലപ്പം നിങ്ങളടുത്ത് ചോദിക്കുക എക്സാമിന് 66.66 ആയിരിക്കും. അപ്പോൾ ഈ 66.66ൻ്റെ പ്രത്യേകത എന്താണ്? ഈ ഒരു 33.33ൻ്റെ നേരെ ഡബിൾ ആണ്. അപ്പം അല്ലേ, 33.33 1/3 ആണെങ്കിൽ 66.66 എന്ന് പറയുന്നത് എന്തായിരിക്കും? 2/3 ആയിരിക്കും. അതേപോലെ 1/4 നമ്മൾ പഠിക്കുന്നു 25%. അപ്പം ചിലപ്പം ചോദിക്കുക 75% ആയിരിക്കും. അപ്പോൾ 75%ൻ്റെ ഈക്വലന്റ് ഫ്രാക്ഷൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യണം? 25നെ 75 ആക്കാൻ നിങ്ങൾക്കറിയും, ×3 ആണ്. അപ്പം 25% 1/4 ആണെങ്കിൽ 75% എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 3/4 ആയിരിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ പഠിക്കുമ്പം എല്ലാത്തിൻ്റെയും മൾട്ടിപ്പിൾ പഠിക്കണം. 1/8 എന്ന് പറഞ്ഞാൽ എന്താ വരിക? 12.5%. ചിലപ്പം എക്സാമിന് ചോദിക്കുക 37.5% ആയിരിക്കും.
അപ്പം ഉടനെ തന്നെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റണം 37.5% എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എത്ര ടൈംസ് ആണ്? 3 ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ 37.5% എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3/8 വരും. അപ്പം നിങ്ങൾ പഠിക്കുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ എന്തും കൂടി ഒന്ന് ഓർത്തിരിക്കുക, മൾട്ടിപ്പിൾസും കൂടി പഠിക്കാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു മൾട്ടിപ്പിൾ കാണുമ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പം ഈ വാല്യൂസ് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്യുക കേട്ടോ. ഈ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. അതിനുശേഷം അടുത്ത പേജിലും നമ്മൾ അപ് ടു ഒരു 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ അല്ലെ അപ് ടു 20 വരെയുള്ള ഫ്രാക്ഷൻസ് ആണ് നമ്മൾ തന്നിരിക്കുന്നത്. അപ് ടു 1/20 വരെയുണ്ട്. അതിൽ 1/12 ഇമ്പോർട്ടൻ്റ് ആണ്, 1/14 ഇമ്പോർട്ടൻ്റ് ആണ്, 1/15, 1/16, 1/20 ഇമ്പോർട്ടൻ്റ് ആണ്. 17, 18, 1/18 ഓക്കെ. 17, 19 ഒന്നും അത്ര റെഗുലറായിട്ട് കാണാത്ത ആൾക്കാരാണ്. ബട്ട് എങ്കിലും എന്ത് ചെയ്യുക? പഠിക്കാൻ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ. അപ്പം ഇതുവരെയുള്ള വാല്യൂസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് എന്ത് ചെയ്യണം? പഠിക്കണം. ഈവൻ നമ്മൾ പയ്യെ നമുക്ക് ഏറ്റവും എന്താ പറയുന്നത്, ആ ബേസിക് കോൺസെപ്റ്റ് ക്ലിയർ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. നമ്മൾ ആ ഒരു ബേസിക് സാധനം നിങ്ങൾ ക്ലിയർ ആണ് എങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഏത് ലെവലിൽ വരേക്കും നിങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് സ്വയം ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബേസിക് കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ദെൻ നേരെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യന് മുമ്പായിട്ട് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞായിരുന്നു, 2 കാര്യം പറഞ്ഞായിരുന്നു. ഒന്ന് X% ഓഫ് Y പറഞ്ഞായിരുന്നു, അത് നമ്മൾ എക്സാമ്പിൾ എടുത്തായിരുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് Q എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സോ P ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് Q കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ അവിടെ എന്ത് ചെയ്താൽ മതി? P ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബേസ് Q ആണ്. Qവിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. Qവിൻ്റെ എത്ര ശതമാനമാണ് P എന്നാണ് ചോദ്യം. അപ്പം Qവിൻ്റെ എത്ര ശതമാനമാണ് P എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി അവിടെ ചെയ്യുന്നത് എന്താണ്? P/Q × 100 ആണ് അല്ലേ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 600-ൽ ഒരു എക്സാം ഉണ്ട്, അതിലൊരു കുട്ടിക്ക് 480 കിട്ടി. കുട്ടിക്ക് എത്ര ശതമാനം മാർക്ക് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ കിട്ടിയ മാർക്ക് 480. ഈ 480 600-ന്റെ എത്ര എന്നാണ് നോക്കേണ്ടത് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം എത്രയാണ്? 480 / 600 × 100. ക്ലിയർ? 480/600 × 100. സോ ആക്ച്വലി നമുക്കറിയാം 600 ആണ് ഇവിടുത്തെ ബേസ്. അതിനർത്ഥം 600 ഈക്വൽ ടു എന്താണ്? 100% ആണ്. 0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി 6 കിട്ടും. അപ്പോൾ ഒരു നമ്പർ എത്ര ശതമാനമാണെന്ന് അറിയാനായിട്ട് ആക്ച്വലി നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്? 1% കൊണ്ടുള്ള ഡിവിഷനാണ് അല്ലേ. 6 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 600-ന്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 1% ആണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു നമ്പർ 480 എത്ര ശതമാനം എന്നാണ് കണ്ടുപിടിക്കേണ്ടത് എങ്കിൽ ആക്ച്വലി അവിടെ ചെയ്യേണ്ടത് എന്താണ്? 480 എന്ത് ചെയ്താൽ മതി? 6 ചെയ്താൽ മതി. ഒരു എക്സാമ്പിളും കൂടി പറയാം. 726 ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് 6000? ക്ലിയർ? 726 ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് 6000 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ ചെയ്യേണ്ടത് എന്താണ്? 726 / 6000 × 100 ആണ് ചെയ്യേണ്ടത്. ഈവൻ മനസ്സിലാക്കുക, നമുക്ക് ശതമാനം കാണേണ്ടത് എന്തിനു മുകളിലാണ്? 6000-ന് മുകളിലാണ്. അതുകൊണ്ട് തന്നെ 1% എന്ന് പറഞ്ഞാൽ എന്താണ്? 60 ആണ്. അപ്പം 726 എത്ര പെർസെൻറ്റേജ് ആണെന്ന് അറിയാനായിട്ട് ആക്ച്വലി നമ്മളവിടെ ചെയ്യേണ്ട കാൽക്കുലേഷൻ എന്താണ്? 726 / 60 ചെയ്താൽ മതിയാകും. സോ ഈ ഒരു കാര്യവും കൂടി അറിഞ്ഞിരിക്കുക. കാരണം ചിലപ്പോൾ ഒരു നമ്പർ തന്നിട്ട് 320 ഈസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് 800 അങ്ങനത്തെ ബേസിക് ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പം അത് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 320 / 800 × 100 ചെയ്താൽ ഉത്തരം കിട്ടും. അല്ലെങ്കിൽ ഒറ്റയടിക്ക് 320 എന്ത് ചെയ്താൽ മതി? 8 ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഇവിടെ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇതേപോലത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഉണ്ടാകുക. 27.5% ഓഫ് എ നമ്പർ ഈസ് എത്രയാണ് തന്നിരിക്കുന്നത്? 11. ദെൻ ദ നമ്പർ ഈസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം 27.5% ഓഫ് എ നമ്പർ ഈസ് 11 ആണ്. ദെൻ നമ്പർ ഈസ്, നമുക്കിവിടെ നോക്കൂ, നമുക്ക് നമ്പർ എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളുടെ വാല്യൂ നമുക്ക് പെർസെൻറ്റേജിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം നമുക്ക് 100 കൊടുക്കാൻ പറ്റും.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു 11 എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പറിന്റെ എന്താണ് 27.5% ആണ്. അതിനർത്ഥം 11 27.5% ആണ് അല്ലേ. സോ അപ്പം നമ്പർ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, 11 ഡിവൈഡഡ് ബൈ 27.5 ഇൻറ്റു 100. ആക്ച്വലി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കട്ട് ചെയ്യാൻ പറ്റും. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2.5 കൊണ്ട് കട്ട് ചെയ്യാണ്. 2.5 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴേക്കും നമുക്കറിയും 10ൽ 2.5 എത്ര പ്രാവശ്യം പോകും, 4 ടൈംസ് പോകും. അപ്പോൾ 100ൽ എത്ര ടൈംസ് പോകും, 40 ടൈംസ് പോകും. 27.5ൽ 2.5 ഓരോ 10ലും 4 പ്രാവശ്യം പോകും അല്ലേ. ഓരോ 10ലും 4 2.5 പോകും. അപ്പോൾ 30ൽ എത്ര പ്രാവശ്യം പോകും, 4 ഇൻറ്റു 3 12 2.5 ഉണ്ടാവും. ശരിക്കും ഇവിടെ 30 ഉണ്ടോ, ഇല്ലല്ലോ, 27.5 അല്ലേ ഉള്ളൂ. അപ്പം 12നേക്കാളും ഒന്ന് കുറവായിരിക്കും. സോ 27.5ൽ 2.5 11 ടൈംസ് ഉണ്ടാവും. സോ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 11 കട്ടായി. നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക, 40 ആയിരിക്കും. ഓപ്ഷൻ 2 ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ അതേപോലത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. 23.5% ഓഫ് എ നമ്പർ ആണ് അല്ലെ. ഒരു നമ്പറിന്റെ 23.5% ആണ് 11.75. അതിനർത്ഥം ആ നമ്പർ നമുക്ക് എന്തായിട്ട് എടുക്കാം, 100 ആയിട്ട് എടുക്കാം. സോ അപ്പോൾ ഈ തന്നിരിക്കുന്ന 11.75 എന്തിന് ഈക്വൽ ആയിരിക്കും, നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ പെർസെൻറ്റേജിന് ഈക്വൽ ആയിരിക്കും. ഈ ഒരു 11.75 എന്ന് പറയുന്നത് എന്തായിട്ട് വരും, നമുക്ക് കണ്ടുപിടിക്കേണ്ട നമ്പറിന്റെ 23.5%. സോ നമ്മളെ നമ്പർ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, ഇൻറ്റു 100 ചെയ്താൽ മതി. സോ നോക്കൂ, 11.75ന്റെ നേരെ ഇരട്ടിയാണ് 23.5 അല്ലേ. അതിനർത്ഥം 11.75 ഇതിൽ എത്ര ടൈംസ് കട്ടാവും, 2 ടൈംസ് കട്ടാവും. സോ ആൻസർ വരിക എന്തായിരിക്കും, 100/2. 100/2 ഓപ്ഷൻ 4 വരും അല്ലേ, 50. നോക്കൂ, ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ നമ്പർ ആൻഡ് ഇറ്റ്സ് 25%, ഒരു നമ്പറും അതിൻ്റെ 25%ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് 24. സി, നമ്മളുടെ ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്, നമ്പറിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം ആ നമ്പർ എന്ന് പറയുമ്പം നമുക്ക് അവിടെ അതിനെ എന്തായിട്ട് എടുക്കാൻ പറ്റും, ആ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, 100% ആയിരിക്കും. അപ്പം നോക്കൂ, നമ്പറും അതിൻ്റെ 25%ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പം ആക്ച്വലി ആ ഒരു ഡിഫറൻസ് എത്ര ശതമാനമായിരിക്കും, 100ഉം 25ഉം തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും. 100ഉം 25ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര കിട്ടും, 75% കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഡിഫറൻസ് ഉണ്ടല്ലോ 24, ആ ഒരു 24 എന്തിന് ഈക്വൽ ആയിരിക്കും, നമ്മളുടെ നമ്പറിൻ്റെ 75%. സോ നമ്പർ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, നേരത്തെ ചെയ്ത അതേ ആക്ടിവിറ്റി 24/75 ഇൻറ്റു 100. 100ഉം 75ഉം നമുക്ക് 25ൽ ക്യാൻസൽ ചെയ്യാം അല്ലേ. സോ 25 ഇതിൽ 4 ടൈംസ് ആണ്, ഇതിൽ 3 ടൈംസ് ആണ്. സോ വർക്കൗട്ട് ചെയ്താൽ നമുക്കവിടെ ആൻസർ എത്ര കിട്ടും, 24/3 ചെയ്താൽ 8 ആണ്. 8 ഇൻറ്റു 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും, 32 കിട്ടും. സോ ആൻസർ വരിക ഓപ്ഷൻ എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, അപ്പം ഇങ്ങനത്തെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. എസ്പെഷ്യലി RRBക്കൊക്കെ ആണെങ്കിൽ ടൈമും ഉണ്ട്. കാരണം എന്തായാലും ഈ ഒരു വർഷം എക്സാം ഉണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. അതുകൊണ്ട് എന്തായാലും കാൻഡിഡേറ്റ്സിനൊക്കെ ഒരു 4-5 മാസം വരെയൊക്കെ എന്തായാലും കിട്ടും. അപ്പോൾ ശരിക്കും നിങ്ങൾ ആ ബേസ് തൊട്ട് തന്നെ കോൺസെപ്റ്റൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ആ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള ഒരു ടൈം നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യണം, ആ എക്സാം ഫോക്കസ് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ടു ബി ആഡഡ് ടു 12% of 2400 so that sum will be equal to എന്താ പറഞ്ഞിരിക്കുന്നത്, 18% of എന്താ പറഞ്ഞിരിക്കുന്നത്, 5400. അപ്പം 12% of 2400 കൂടെ എന്തു കൂട്ടിയാലാണ് സം എന്താകുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്, 18% ആകുക 5400ന്റെ. അപ്പം 12%, 2400ന്റെ 12% കാണാൻ നിങ്ങൾക്ക് അറിയും. ഒറ്റ സ്റ്റെപ്പിൽ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. 1% എത്രയാണ് വരുന്നത്, 24. 12% കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി, 24 ഇൻറ്റു 12. ടേബിൾ കഴിഞ്ഞ ദിവസം പഠിക്കാൻ പറഞ്ഞായിരുന്നു, പഠിച്ചിട്ടില്ലേ. 12 ഇൻറ്റു 24 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക, 288 കിട്ടും. അപ്പം അത് 288 കിട്ടി. 288നോട് കൂടെ എന്തു കൂട്ടിക്കഴിഞ്ഞാലാണ്
18% ഓഫ് 5400 കിട്ടുക എന്നാണ് ചോദ്യം അല്ലേ. അപ്പം 5400ന്റെ 18% കണ്ടുകൂടെ? അത് കാണാനും ഒറ്റ സ്റ്റെപ്പ് മതി. 18 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 54 ചെയ്താൽ മതി. 18 ഇൻറ്റു 54 ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 18ന്റെ ടേബിൾ പഠിക്കാൻ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ 54 എന്ന് പറയുമ്പം 50 + 4 എന്ന് കൺസിഡർ ചെയ്താൽ മതി. 18 ഇൻറ്റു 50 900 ആണ്. 18 ഇൻറ്റു 4 72 ആണ്. അപ്പം 18 ഇൻറ്റു 54 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 972 കിട്ടും. അപ്പം 288 എന്ത് കൂട്ടിയാലാണ് 972 കിട്ടുക എന്നാണ് ചോദ്യം അല്ലേ. എപ്പോഴും നമ്മൾ ഓപ്ഷനും കുറച്ച് കോഷ്യസ് ആയിരിക്കണം കേട്ടോ. കാരണം ഈവൻ ഇതൊന്നും കുറച്ച് നോക്കാണ്ട് തന്നെ നമുക്കറിയും അല്ലെ. എക്സിന്റെ വാല്യൂ കാണാൻ ശരിക്കും 972 നിന്നും 288 കുറയ്ക്കണം. ഇവിടെ നോക്കൂ, ഒരു 900 നിന്ന് ഒരു 300 ഒക്കെ കുറച്ചാൽ തന്നെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 600 റേഞ്ചിലായിരിക്കും. ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഓപ്ഷൻ ഇവിടെ എന്തേ ഉള്ളൂ? ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഈവൻ ആ കുറച്ച് നോക്കുന്ന ഒരു സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. സോ അപ്പോൾ ആൻസർ കിട്ടുക എന്തായിരിക്കും? 684 ആയിരിക്കും. ഇനിയും ആ കാൽക്കുലേഷൻ വേണമെങ്കിൽ ഒന്നും കൂടി ഒന്ന് ഒഴിവാക്കാനായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടുത്തെ പെർസെൻറ്റേജ് 12 ആണ്. വേറൊരു മെത്തേഡ് പറയുകയാണ്. ഇവിടെ 12 ആണ്, ഇവിടെ എന്താണ്? 18 ആണ്. സോ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? പെർസെൻറ്റേജിനെ സെയിം ആക്കാം, അല്ലെങ്കിൽ നമ്പറിനെ എന്താക്കാം? സെയിം ആക്കാം. ഇപ്പം നോക്കൂ, നമുക്ക് നമ്പർ എടുക്കുന്നതായിരിക്കും ഇവിടെ കുറച്ചും കൂടി എളുപ്പം. 2400 മുകളിലും പെർസെൻറ്റേജ് കാണണം, 5400 മുകളിലും പെർസെൻറ്റേജ് കാണണം അല്ലേ. അപ്പം ഞാനൊരു കാര്യം ചെയ്യുന്നു, 2400 5400 പോകുന്ന ഹൈസ്റ്റ് കോമൺ ഫാക്ടർ എത്രയാണ് വരുന്നത്? 600 ആണ്. അപ്പം 2400നെ 600 ആക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? 2400നെ 600 ആക്കാനായിട്ട് ബൈ 4 ചെയ്താൽ മതി അല്ലേ. നമ്പറിനെ നമ്മൾ ബൈ 4 ചെയ്യുകയാണെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പെർസെൻറ്റേജിനെ എന്ത് ചെയ്യണം? ഇൻറ്റു 4 ചെയ്യണം. അതായത് 12% ഓഫ് 2400 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്മൾ 2400നെ 600 ആക്കി ബൈ 4 ചെയ്തു. അപ്പം പെർസെൻറ്റേജിനെ ഇൻറ്റു 4 ചെയ്താൽ മതി. ഇൻറ്റു 4 ചെയ്യുമ്പോൾ അവിടെ പെർസെൻറ്റേജ് എന്താകും? 48 ആകും. അതേപോലെ 5400നെയും ഞാൻ 600 ആക്കുന്നു. 5400നെ 600 ആക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ബൈ 9 ചെയ്യുന്നു. അപ്പം പെർസെൻറ്റേജിനെ എന്ത് ചെയ്യണം? ഇൻറ്റു 9 ചെയ്യണം. ഇൻറ്റു 9 ചെയ്യുമ്പം 18 ഇൻറ്റു 9 ചെയ്താൽ എത്ര കിട്ടും? 162 കിട്ടും. അപ്പോൾ നോക്കൂ, നമ്മളുടെ നമ്പർ ഇനീഷ്യലി 600ന്റെ 48% ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 600ന്റെ എന്തായി? 162 ആയി. അപ്പം എത്ര കൂട്ടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് കൂട്ടണം? 48നെ 162 ആക്കണം അല്ലേ. 162ഉം 48ഉം തമ്മിലുള്ള ഡിഫറൻസ് കണ്ടാൽ പോരെ? എത്രയാണ് ഡിഫറൻസ് കിട്ടുന്നത്? 11 അല്ലേ. 162 നിന്ന് 48 കുറച്ച് കഴിഞ്ഞാൽ 114% കിട്ടും. സോ അപ്പോൾ ആൻസർ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 600ന്റെ 114%. ദാറ്റ് മീൻസ് 6 ഇൻറ്റു 114. ക്ലിയർ? അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം ആൻസർ കിട്ടും അല്ലേ. അപ്പം അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും. കാരണം പെർസെൻറ്റേജ് കാണുക എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, 2 നമ്പറുകൾ തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ്. ആ 2 മൾട്ടിപ്ലിക്കേഷനിൽ നമുക്കതിനെ എങ്ങനെ വേണേലും റീഅറേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പം ഞാൻ 2400നെ ഡബിൾ ആക്കി. 2400നെ ഡബിൾ ആക്കുമ്പം അത് കോമ്പൻസേറ്റ് ചെയ്യാൻ നമ്പർ എന്താക്കിയാൽ മതി? പകുതിയാക്കിയാൽ മതി. ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ലോജിക്ക് മാത്രമാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കൂ, 75% ഓഫ് എ നമ്പർ ഈസ് ആഡഡ് ടു 75. ഓക്കെ, then the resultant is the number itself. നമ്പർ എത്ര എന്നാണ് ചോദ്യം അല്ലേ. അപ്പൊ നോക്കൂ, ഒരു നമ്പറിന്റെ 75%നോടുകൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? 75 ആഡ് ചെയ്യുന്നു. അപ്പൊ ആ നമ്പർ തന്നെ നമുക്ക് കിട്ടുന്നതാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, ആ നമ്പർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് എന്തായിരിക്കും? ദാറ്റ് വിൽ ബി 100% അല്ലേ. അപ്പം 75% 100% ആയി എന്നാണ് പറയുന്നത്. എന്താ ആഡ് ചെയ്യുമ്പം? 75 ആഡ് ചെയ്യുമ്പം. അതിനർത്ഥം 75 എന്തായിട്ട് വരും? നമ്മളുടെ നമ്പറിന്റെ 25%. സോ നമ്പർ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 75/25 ഇൻറ്റു 100. സോ 25 75ൽ 3 ടൈംസ് പോകും അല്ലേ. സോ അപ്പോൾ ആൻസർ കിട്ടുക 3 ഇൻറ്റു 100. എത്ര കിട്ടും? 300 കിട്ടും. ക്ലിയർ?
ഇതേപോലെ നമ്പർ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഇതേപോലെ എല്ലാ ഏരിയയിലും ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും കേട്ടോ. ഇപ്പൊ നമ്മൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്പർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് നോക്കൂ, അടുത്തതും ഒരു നമ്പർ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. നോക്കൂ, 25% ഓഫ് എ നമ്പർ ഈസ് 7 more than 30% ഓഫ് അനദർ നമ്പർ. ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഈസ് 29, വാട്ട് ആർ ദ നമ്പേഴ്സ് എന്നാണ് ചോദ്യം അല്ലേ. അപ്പം നമുക്കിവിടെ രണ്ട് നമ്പർ ഉണ്ടല്ലേ. ആദ്യത്തെ നമ്പറിന്റെ 25% എന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്പറിന്റെ 30%-നേക്കാളും എന്ത് കൂടുതലാണ്? 7 കൂടുതലാണ്. ഇനിയും ഈ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 29 ആണ്. സോ വാട്ട് ആർ ദ നമ്പേഴ്സ് എന്നാണ് ചോദ്യം അല്ലേ. ആക്ച്വലി ഇവിടെ നമുക്ക് രണ്ട് ആൾക്കാരുണ്ട്, മനസ്സിലാക്കുക. നമുക്ക് രണ്ട് നമ്പേഴ്സ് ഉണ്ട്. അപ്പം രണ്ട് നമ്പേഴ്സ് ആക്ച്വലി ഇപ്പം ഒരു നമ്പർ എക്സും ഒരു നമ്പർ വൈയും ആണെങ്കിൽ അതിനർത്ഥം ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾ ഉണ്ട്, എക്സും ഉണ്ട് വൈയും ഉണ്ട്. അപ്പോൾ നമ്മളത് ജനറലി നമ്മൾ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ട് ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യേണ്ടി വരും. രണ്ട് വേരിയബിൾ ഉണ്ടെങ്കിൽ നമുക്കവിടെ എന്ത് വേണ്ടി വരും? രണ്ട് ഇക്വേഷൻസ് വേണ്ടി വരും. അപ്പോൾ നമ്മൾ കൺവെൻഷണൽ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് എങ്കിൽ നമ്മൾ രണ്ട് ഇക്വേഷൻ ഫോം ചെയ്തിട്ട് അതിനെ സോൾവ് ചെയ്ത് എക്സും വൈയും കണ്ടെത്തേണ്ടി വരും. സോ അതിനേക്കാളും നല്ലത് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർസെൻറ്റേജ് പെട്ടെന്ന് കാണാൻ പറ്റുന്നവരും കൂടിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ഓപ്ഷനിൽ നിന്ന് പോകുന്നതായിരിക്കും നന്നാകുക. ഓക്കെ, നമ്മൾ ആദ്യം കൺവെൻഷനലി ചെയ്യിക്കുന്നില്ല, എങ്ങനെയാണ് ഇക്വേഷൻ ഫോം ചെയ്യുന്നതെന്നൊന്ന് പറയാം, ദെൻ നമുക്ക് ഓപ്ഷനിൽ നിന്ന് പോകാം. നോക്കൂ, ആദ്യത്തെ നമ്പർ എക്സ് ആണെന്ന് വിചാരിക്കുക. എക്സിന്റെ 25%, എക്സിന്റെ 25% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? x/4 ആണ് അല്ലെ. 25%ന്റെ ഫ്രാക്ഷൻ 1/4 ആണ്. ദെൻ വൈയുടെ 30% എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? y × 30/100. 30/100 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതിയാൽ മതി? 3/10. ഈവൻ 2 0 എഴുതുന്ന സമയം ലാഭം, അത്രയും ചിന്തിച്ചാൽ മതി. അപ്പം രണ്ടാമത്തെ നമ്പറിന്റെ 30% കാണാൻ വൈയുടെ 3/10 കാണുന്നു. ഈ രണ്ടാൾക്കാർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 7 ആണ് അല്ലേ. ഇതിനേക്കാളും ഇത് 7 കൂടുതലാണ്. ഇനിയും ഈ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് 29 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്തായാലും വലിയ നമ്പർ എക്സ് ആണ്. എക്സും വൈയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് വരുന്നത്? 29. ഇനി നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ച പോലെ ഒന്നുമില്ല, രണ്ടിടത്തും എക്സ് സെയിം ആക്കുക അല്ലെങ്കിൽ രണ്ടിടത്തും വൈ സെയിം ആക്കുക, എന്നിട്ട് സോൾവ് ചെയ്തിട്ട് എക്സും വൈയും കാണാം. അതിനേക്കാളും കുറച്ചും കൂടി എളുപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷനിൽ നിന്ന് പോകുന്നതാണ്. നോക്കൂ, ഡിഫറൻസ് 29 ആണ്. ആദ്യത്തെ ഓപ്ഷൻ എടുത്തു, 40-11. ഡിഫറൻസ് എന്തുണ്ട്? 29 ഉണ്ട്. ഇനി പെർസെൻറ്റേജ് ചെക്ക് ചെയ്യണം. ആദ്യത്തെ നമ്പറിന്റെ 25%, 40ന്റെ 25% എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 10 കിട്ടും അല്ലേ. അടുത്തത് രണ്ടാമത്തെ നമ്പറാണ്, 11 ആണ്. 11ന്റെ എന്ത് വരണം? 30%. 11ന്റെ 10% എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, ഒരു നമ്പറിന്റെ 10% കാണാനായിട്ട് ഒരു ഡെസിമൽ കൊടുത്താൽ മതി. അപ്പം 10% 1.1 ആണ്. 30% എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3.3 വരും. സോ ഈ രണ്ടാൾക്കാർ തമ്മിലുള്ള ഡിഫറൻസ് 7 കിട്ടണം എന്നാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്. നമുക്കിവിടെ കിട്ടുന്നുണ്ടോ? 10ഉം 3.3ഉം കിട്ടൂല അല്ലെ. 6.7 ആണ് വരുന്നത്, 7 വരുന്നില്ല. അതിനർത്ഥം ഈ ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. അടുത്ത ഓപ്ഷൻ 34ഉം 5ഉം. 34ന്റെ 25%, 25% എന്ന് പറഞ്ഞാൽ by4 ആണല്ലേ. by4 ചെയ്യാൻ പറഞ്ഞാൽ പകുതിയുടെ പകുതി കാണുന്നതാണ് എളുപ്പം. 34ന്റെ പകുതി നിങ്ങൾക്കറിയും. 34ന്റെ പകുതി 17 ആണ്. 17ന്റെ പകുതി എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 8.5 കിട്ടും. ഇനിയും അടുത്തത് 5ന്റെ 30%, 5ന്റെ 10% എന്ന് പറഞ്ഞാൽ എന്താ വരിക? 0.5 ആണ്. 30% എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1.5 വരും. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാൾക്കാർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയേ, കറക്റ്റ് അല്ലേ? 8.5ഉം 1.5ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ത് കിട്ടും? 7 കിട്ടും. സോ ആൻസർ വരിക എന്തായിരിക്കും? 34 and 5 ആയിരിക്കും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. 12.5% ഓഫ് ദ ഫസ്റ്റ് നമ്പർ ഈസ് 37.5% ഓഫ് ദ സെക്കൻഡ് നമ്പർ. If the second number is subtracted from the first number, we get an answer of 1428. Find the sum of the two number എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ എന്താ പറയുന്നത്? ആദ്യത്തെ നമ്പറിന്റെ 12.5ഉം രണ്ടാമത്തെ നമ്പറിന്റെ 37.5ഉം എന്താണ്? ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, രണ്ട് നമ്പർ ഉണ്ടല്ലോ ഇവിടെ, എക്സും വൈയും.
അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ആദ്യത്തെ നമ്പർ എക്സ് ആണെങ്കിൽ എക്സിൻ്റെ 12.5%, ഞാൻ ഈ പെർസെൻറ്റേജ് കൊടുക്കണം എന്നില്ല കാരണം പറയാം. രണ്ടാമത്തത് വൈയുടെ എന്താണ് 37.5%, കാരണം രണ്ടിടത്തും ഇത് രണ്ടും ഈക്വൽ ആണ്. ഇക്വേറ്റ് ചെയ്യുമ്പം സിമ്പിൾ അല്ലെ, പെർസെൻറ്റേജിൻ്റെ സിമ്പിൾ, അല്ലെങ്കിൽ നമ്മൾ താഴെ ഇട്ട് കൊടുക്കുന്ന ബൈ 100 എന്താവും, ക്യാൻസൽ ആവും. അതുകൊണ്ട് കൊടുക്കണം എന്നില്ല. നമ്മൾ മാക്സിമം നമ്മളുടെ കാൽക്കുലേഷൻസ്, അതായത് നമ്മൾ എഴുതിക്കൊണ്ടുള്ള കുറേ കാൽക്കുലേഷൻസ് വരുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ കുറേ എഴുതാറുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ മാക്സിമം എന്ത് ചെയ്യാം, കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ നോക്കണം കേട്ടോ. അപ്പം നോക്കൂ, എക്സിൻ്റെ 12.5ഉം വൈയുടെ 37.5ഉം ഈക്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ, ഇവിടെ രണ്ട് നമ്പർ ഗുണിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂവും ഈ രണ്ട് നമ്പർ ഗുണിക്കുമ്പോൾ കിട്ടുന്ന വാല്യൂവും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഈ രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റും ഈ രണ്ട് നമ്പറിൻ്റെ പ്രൊഡക്റ്റും എന്തായിരിക്കണം, സെയിം ആണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സും വൈയും ഈ രണ്ട് നമ്പറുകൾ എന്ത് റേഷ്യോയിലായിരിക്കും വരിക, ഈ പെർസെൻറ്റേജിൻ്റെ നേരെ എന്തായിരിക്കും, റിവേഴ്സ് ആയിരിക്കും. ഈ രണ്ട് പെർസെൻറ്റേജിൻ്റെ റിവേഴ്സ് എടുത്താൽ എന്ത് കിട്ടും, എക്സും വൈയും തമ്മിലുള്ള റേഷ്യോ കിട്ടുക 37.5 എന്തായിരിക്കും, 12.5 ആയിരിക്കും. കട്ട് ചെയ്യാൻ പറ്റും. 12.5 ഇതിൽ 3 ടൈംസ് പോകും. അപ്പോൾ ഈ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള റേഷ്യോ എന്ത് കിട്ടും, 3:1 കിട്ടും അല്ലേ. അപ്പോൾ നോക്കൂ, അതിനർത്ഥം എന്താണ്, ഈ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള റേഷ്യോ ആണ്. റേഷ്യോന്റെ ക്ലാസ് നമ്മുടെ എക്സ്പ്രസ് ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നോക്കൂ, ആദ്യത്തെ നമ്പർ 3 ആണെങ്കിൽ രണ്ടാമത്തെ നമ്പർ 1 ആയിരിക്കും. അതിനർത്ഥം ആ നമ്പർ ഒരിക്കലും 3 ആണെന്നല്ല. ഓക്കെ, അപ്പോൾ ഇത് 3x-ഉം ഇതെന്താണ് 1x-ഉം. ഈ രണ്ട് നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് വരുന്നത്, 1428. അതിനർത്ഥം 1428 എത്ര പാർട്ടായിരിക്കും, അല്ലെങ്കിൽ എത്ര എക്സ് ആയിരിക്കും, 3x-ഉം 1x-ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര കിട്ടും, 2x അല്ലെങ്കിൽ 2 പാർട്ട്. സോ 2 പാർട്ട് 1428 ആയിരിക്കും. നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് നമ്പറിൻ്റെയും കൂടി സം ആണ് അല്ലേ. രണ്ട് നമ്പറിൻ്റെയും കൂടി സം കാണാൻ പറഞ്ഞാൽ 3 + 1 എത്ര പാർട്ട് കാണണം, 4x അല്ലെങ്കിൽ 4 പാർട്ട് കാണണം. ഓൾറെഡി 2 പാർട്ട് 1428 ആണെന്നറിയും അല്ലെ. 2നെ 4 ആക്കാൻ നിങ്ങൾക്ക് അറിയും. 2നെ 4 ആക്കാൻ എന്ത് ചെയ്താൽ മതി, × 2 ചെയ്താൽ മതി. അപ്പോൾ ആൻസർ അവിടെ എന്താ കിട്ടുക, 1428ൻ്റെ പകുതി, ഇരട്ടി അല്ലെ. 1428ൻ്റെ ഇരട്ടി എത്രയാണ് കിട്ടുക, 1400ൻ്റെ ഇരട്ടി ആലോചിക്കുക, 2800. 28ൻ്റെ ഇരട്ടി 56. സോ അപ്പോൾ ആൻസർ എത്ര കിട്ടും, 2856. ഓപ്ഷൻ 4 വരും. ക്ലിയർ അല്ലേ എല്ലാവർക്കും? നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഇതും നമ്പർ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. എ നമ്പർ ഡിക്രീസ്ഡ് ബൈ 22 1/2%. ഇറ്റ് ബിക്കംസ് എന്തായി, 217. നമ്പർ ഈസ് എന്നാണ് ചോദ്യം അല്ലേ. നമ്മൾ ഈ ഡിക്രീസ്ഡ് എന്ന് പറയുമ്പോൾ രണ്ട് ടേം ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് ഡിക്രീസ്ഡ് ബൈയും പറയാറുണ്ട്, അതേപോലെ ഡിക്രീസ്ഡ് ടൂവും പറയാറുണ്ട്. അപ്പം ചിലർക്കൊക്കെ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നത്. ഈ ഡിക്രീസ്ഡ് ബൈ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അത്രയും പെർസെൻറ്റേജ് കുറഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എ നമ്പർ ഈസ് ഡിക്രീസ്ഡ് ബൈ 10% എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആ നമ്പറിൽ നിന്ന് എന്ത് കുറഞ്ഞു, 10% കുറഞ്ഞു. അതായത് ആ നമ്പർ അതിൻ്റെ 90% മാറും. എ നമ്പർ ഈസ് ഡിക്രീസ്ഡ് ടു 10% എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ആ മുമ്പ് 100 ഉണ്ടായിരുന്ന നമ്പർ എന്തായി കുറഞ്ഞു, 10 ആയിട്ട് കുറഞ്ഞു. അതാണ് രണ്ടും തമ്മിലുള്ള ഒരു മാറ്റം. അപ്പം ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെയും ചെയ്താണല്ലേ. എ നമ്പർ എന്ത് കുറഞ്ഞു, 22 1/2% ഡിക്രീസ് ആയപ്പം എന്തായി, 2 1/7 ആയി. ഓക്കെ, അപ്പം 22 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെസിമൽ ആക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, 22 എന്ത് വരും, 5% വരും. സോ അപ്പം 22.5% കുറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ എന്താവും, 100ൽ നിന്ന് 22.5% കുറച്ചാൽ നമ്പർ എന്താവും, 77.5% ആകും. നമ്പർ കാണാൻ പറഞ്ഞാൽ ഇൻറ്റു എന്ത് ചെയ്താൽ മതി, 100 ചെയ്താൽ മതി. 2.5 കട്ടാവും. 2.5 കട്ടായി കഴിഞ്ഞാൽ 100ൽ 2.5 എത്ര കിട്ടും, 40 കിട്ടും. 77.5ൽ 2.5 10ൽ 4 പ്രാവശ്യമാണ്. 80ൽ എത്ര പ്രാവശ്യം പോകും, 8 × 4 32 പ്രാവശ്യം പോകും. 80ൽ 2.5. അങ്ങനെയാണെങ്കിൽ 77.5ൽ എത്ര പ്രാവശ്യം പോകും, 31 ടൈംസ് പോകും.
സോ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നോക്കിയേ 31217 എത്രയാണെന്ന് നോക്കിയാൽ മതി. 31217 7 ടൈംസ് പോകും. സോ നമ്മളുടെ നമ്പർ എത്രയായിരിക്കും വരിക? 7 × 40. 7 × 40 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 280 കിട്ടും. ഇനിയും നിങ്ങൾ ഫ്രാക്ഷൻ പഠിച്ചു കഴിയുകയാണെങ്കിൽ, ഈവൻ നിങ്ങൾ ബേസ് ആയിട്ട് സ്റ്റാർട്ടിങ് തൊട്ട് തുടങ്ങുന്ന ആൾക്കാർ എന്നുള്ള രീതിയിലാണ് ഞാൻ ക്ലാസ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഫ്രാക്ഷൻസ് പഠിച്ചാൽ ഈവൻ ഈ ഒരു കാൽക്കുലേഷനൊക്കെ കുറച്ചും കൂടി നിങ്ങൾക്ക് സിമ്പിൾ ആവും. കാരണം 2.5ന്റെ ഫ്രാക്ഷൻ 25ന്റെ ഫ്രാക്ഷൻ 1/4 ആണ്. അതുകൊണ്ട് 2.5% എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ വരുന്നത്? 1/40 ആണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ 22.5 എന്ന് പറഞ്ഞാൽ 22.5ൽ എത്ര 2.5 ഉണ്ട്? 22.5ൽ 9 2.5 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 9/40 കുറഞ്ഞു എന്നാണ് അർത്ഥം. അതായത് നമ്മളുടെ വാല്യൂ 22 1/2% കുറയുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 9/40 കുറഞ്ഞു എന്നാണ് അർത്ഥം. അത് മുമ്പ് 40 ഉണ്ടായിരുന്ന നമ്പർ ഇപ്പോൾ 9 കുറഞ്ഞ് എന്തായി? 31 അപ്പൊ നമുക്ക് ഡയറക്റ്റ് അത് എഴുതാൻ പറ്റും. 217 ഡിവൈഡഡ് ബൈ 31 × 40 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം ജസ്റ്റ് വളരെ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ പെർസെൻറ്റേജ് തുടങ്ങുന്ന ആൾക്കാർക്ക് എന്നുള്ള കോൺസെപ്റ്റിലാണ് ക്ലാസ് പോകുന്നത്. പക്ഷേ ഈ ഫ്രാക്ഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫുട്ബോൾ ടീം അല്ല, നമ്മൾ ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം നമ്പർ ബേസ്ഡ് ആണ്. ഇനിയും കുറച്ചും കൂടി ഒരു അരിത്മെറ്റിക് കോൺസെപ്റ്റിലേക്ക് പോകുന്ന പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. എ ഫുട്ബോൾ ടീം ലോസ്റ്റ് 40% ഓഫ് ദ മാച്ചസ് എന്നാണ് പറയുന്നത് ഇറ്റ് പ്ലേഡ്. ഇഫ് ഇറ്റ് വോൺ 75% എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ നിങ്ങൾ നോക്കിയാടാ, കളിച്ച കളികളിൽ 40% കളികളും തോറ്റുപോയി. അപ്പം 40% തോറ്റിട്ടുണ്ടെങ്കിൽ ബാക്കി മുഴുവൻ എന്തായിരിക്കും? ജയിച്ച കളികളായിരിക്കും അല്ലേ. അപ്പം എത്ര ശതമാനം കളികൾ ജയിച്ചിട്ടുണ്ടാവും? 60% കളികൾ ജയിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ ഓൾറെഡി ജയിച്ച മാച്ചസിന്റെ എണ്ണം തന്നിട്ടുണ്ട്. ജയിച്ച മാച്ചസിന്റെ എണ്ണം എത്രയാണ് തന്നിരിക്കുന്നത്? 75 ആണ്. അതിനർത്ഥം ഈ ഒരു 75 എന്തായിരിക്കും? ടോട്ടൽ മാച്ചസിന്റെ 60%. ടോട്ടൽ മാച്ചസ് കാണാൻ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ മതി. സോ 75/60 × 100. 20 കട്ട് ചെയ്തുകൂടെ? 20 കട്ട് ചെയ്യുമ്പം ഇത് 3ഉം ഇത് 5ഉം. സോ അപ്പോൾ ആൻസർ കിട്ടുക എന്താണ്? 75ൽ 3 പോകും 25 ടൈംസ്. അപ്പോൾ ആൻസർ വരിക 25 × 5. 25 × 5 എത്ര കിട്ടി? 125 കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുന്നു. ഇൻകം ഓഫ് എ ഈസ് 25% ലെസ് ദാൻ ദ ഇൻകം ഓഫ് ബി. Whose income is 40% more than that of C. Income of C is 20% less than D. By what percentage income of A is more than income of C എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ആരൊക്കെ തന്നിട്ടുണ്ട്? കുറേ ആൾക്കാരെ തന്നിട്ടുണ്ട്. എയും ബിയും തമ്മിലുള്ള റിലേഷൻ പറയുന്നുണ്ട്, ബിയും സിയും തമ്മിലുള്ള റിലേഷൻ, അത് കഴിഞ്ഞിട്ട് സിയും ഡിയും തമ്മിലുള്ള പെർസെൻറ്റേജ് റിലേഷൻ പറയുന്നുണ്ട്. എന്നിട്ട് അൾട്ടിമേറ്റ്ലി നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇൻകം ഓഫ് എ മോർ ദാൻ ദാറ്റ് ഓഫ് ദ ഇൻകം ഓഫ് സി. അതായത് സിയുടെ ഇൻകത്തെക്കാളും എയുടെ ഇൻകം എത്ര ശതമാനം കൂടുതൽ എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം അത് കാണാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വിത്ത് റെസ്പെക്ട് ടു സി അല്ലേ കണ്ടുപിടിക്കേണ്ടത് എനെ. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. എ ബി സി ഡി 4 ആൾക്കാരെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഞാൻ ആദ്യം നമുക്ക് സി എന്ന് തുടങ്ങാം. കാരണം സീനെ വെച്ചിട്ടാണ് നമുക്ക് എൻ്റെ വാല്യൂ പ്രെഡിക്റ്റ് ചെയ്യേണ്ടത്. സോ സീൻ്റെ വാല്യൂ ഞാൻ എന്ത് കൊടുക്കുന്നു? 100 കൊടുക്കുന്നു. സി 100 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നോക്കിയേ, ഇൻകം ഓഫ് ബി ഈസ് 40% മോർ ദാൻ സി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ സിയുടെ ഇൻകം എന്താണോ അതിനേക്കാളും 40% കൂടുതലാണ് ബി. അപ്പൊ സി 100 ആണെങ്കിൽ ബി എന്തായിരിക്കും വരിക? 140 ആയിരിക്കും അല്ലെ. 100നോട് 40% കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? 140 കിട്ടും. ഇനിയും എയുടെ ഇൻകം എന്താ പറഞ്ഞിരിക്കുന്നത്? എയുടെ ഇൻകം എന്ന് പറയുന്നത് 25% ലെസ് ദാൻ എന്താണ്? ബി ആണ്. അപ്പം ബിയുടെ ഇൻകം എന്താണോ അതിനേക്കാളും 25% കുറവാണല്ലേ. അപ്പം 25% കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ബിയുടെ എന്ത് കണ്ടാൽ മതി? 75% കാണാം. അല്ലെങ്കിൽ ബിയുടെ 25% കണ്ടിട്ട് 140ൽ നിന്ന് കുറയ്ക്കാം. 25% തന്നെ കാണാം. നമ്മൾ പറഞ്ഞായിരുന്നു 25% കാണുക എന്ന് പറഞ്ഞാൽ by4 ആണ്. അതിനർത്ഥം പകുതിയുടെ പകുതി. അപ്പം ബിയുടെ ഇൻകം 140 ആണെങ്കിൽ by4 അല്ലെ, പകുതിയുടെ പകുതി എത്ര കിട്ടും? 140ന്റെ പകുതി 70, 70ന്റെ പകുതി എന്ത് വരും? 35. അപ്പം
140 35 കുറവായിരിക്കും. സോ എയുടെ ഇൻകം എത്ര വന്നു? 105 വന്നു. ക്ലിയർ? നമുക്കിവിടെ ആക്ച്വലി ഡീൻ്റെ ആവശ്യമുണ്ടോ? ആരേലും വെറുതെ ഡിയും പിടിച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് തന്നതാണ്. ഇവിടെ നമുക്ക് ഡീൻ്റെ ആവശ്യമില്ല. നമുക്കിവിടെ ആൻസർ കാണാൻ ആര് മതി? സിയും എയും. അപ്പൊ നോക്കൂ, സിയുടെ ഇൻകം 100 ആണെങ്കിൽ എയുടെ ഇൻകം എന്തായി? 105 ആയി. എത്ര ശതമാനം കൂടുതൽ എന്നാണ് ചോദ്യം അല്ലെ? സിനേക്കാളും എ എത്ര ശതമാനം കൂടുതൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഡിഫറൻസ് നോക്കുന്നു. എത്രയാണോ കൂടുതൽ നോക്കുന്നു, അത് സിയുടെ എത്ര പെർസെൻറ്റേജ് നോക്കുന്നു. അപ്പോൾ ഓൾറെഡി സി 100 ആണ്. അതുകൊണ്ട് 100 അല്ലെ, 100നേക്കാളും 105 എന്ത് കൂടുതലായിരിക്കും? 5% കൂടുതലായിരിക്കും. സോ ആൻസർ വരിക ഓപ്ഷൻ എന്തായിരിക്കും? 4 ആയിരിക്കും. ഓക്കെ, ക്ലിയർ? അഗെയിൻ ഇതുകൊണ്ട് വീണ്ടും നമ്പറിന്റെ പ്രോബ്ലം തന്നെയാണ്. വായിച്ചു നോക്കിയേ. നമ്പർ വാസ് ഇൻക്രീസ്ഡ് ബൈ 40% ആൻഡ് ദെയർ ആഫ്റ്റർ ഡിക്രീസ്ഡ് ബൈ 40%. നെറ്റ് ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് പെർസെൻറ്റേജ് എന്നാണ് ചോദ്യം അല്ലേ? അപ്പോൾ ഒരു നമ്പറിന് മുകളിൽ ആദ്യം 40% കൂടി പിന്നെ 40% കുറഞ്ഞു. നെറ്റ് ചേഞ്ച് എത്ര എന്നാണ് ചോദ്യം. അപ്പം നോക്കൂ, ഒരു പെർട്ടിക്കുലർ നമ്പർ, അത് നമ്പർ ആകാം, എന്തും ആകാം, ഒരു പെർട്ടിക്കുലർ വാല്യൂവിന് മുകളിൽ, ഇപ്പം ചിലപ്പോൾ ഒരു ടൗണിൻ്റെ പോപ്പുലേഷന് മുകളിലായിരിക്കും പറയുക, അങ്ങനെ പല വാല്യൂസിന് മുകളിൽ പറയും. അപ്പം ഒരു നമ്പറിന് മുകളിൽ നിങ്ങൾ നോക്കൂ, ആദ്യം ഒരു X% കൂടി ദെൻ ഒരു Y% കൂടി, കൂടാം കുറയാം എന്ത് വേണേലും വരാം കേട്ടോ. ഇൻക്രീസ് ആണെങ്കിൽ നമ്മൾ സിമ്പിൾ പ്ലസ് ആലോചിക്കുക, ഡിക്രീസ് ആണെങ്കിൽ നമ്പർ എന്താ ആലോചിക്കുക? സിമ്പിൾ മൈനസ് ആലോചിക്കുക. അപ്പം ഒരു നമ്പറിന് മുകളിൽ കൺസിക്യൂട്ടീവായിട്ട് അല്ലെങ്കിൽ സക്സസീവായിട്ട് ആദ്യം എക്സ് കൂടി ദെൻ അതിന് പുറത്ത് വീണ്ടും Y% കൂടുകയാണ് എങ്കിൽ അവിടുത്തെ ഓവറാൾ ചേഞ്ച് അറിയാൻ വേണ്ടി നമുക്ക് ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. X പ്ലസ് Y പ്ലസ് എന്ത് ഉപയോഗിക്കാം? XY/100 എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാം. ഇത് ഞാൻ പ്ലസ് എന്നുള്ളത് ജനറൽ ആയിട്ടാണ് പ്ലസ് ഇട്ടത്. ഇപ്പം ഇൻക്രീസ് ആണെങ്കിൽ എല്ലായിടത്തും പ്ലസ് ആയിരിക്കും, ഡിക്രീസ് ആണെങ്കിൽ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മളുടെ നമ്പറിന് മുകളിൽ ആദ്യം 40% കൂടി പിന്നെ എന്ത് കുറഞ്ഞു? 40% കുറഞ്ഞു. അതിനർത്ഥം ഇത് പ്ലസ് ആണെങ്കിൽ ഇത് മൈനസ് ആയിരിക്കും. സിമ്പിള്. അപ്പൊ നോക്കൂ, ആദ്യത്തെ ആള് 40 പ്ലസ് ആണ്, രണ്ടാമത്തെ ആള് 40 എന്താണ്? മൈനസ് ആണ്. ദെൻ ഒരു പ്ലസും ഒരു മൈനസും ആയതുകൊണ്ട് അവിടെ എന്ത് വരും? മൈനസ് വരും. സോ രണ്ടിൻ്റെയും വാല്യൂ 40 ആണ് അല്ലേ? -40 × 40/100. +40 -40 ക്യാൻസൽ ചെയ്യാം. അപ്പം നമുക്ക് ആക്ച്വലി അവിടെ എന്താ കിട്ടുക? മൈനസ് അല്ലെ, 0 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? -16 കിട്ടും. -16 കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? 16% എന്തായിരിക്കും? ഡിക്രീസ് ആയിരിക്കും കേട്ടോ. 16% ഡിക്രീസ് ആയിരിക്കും. അപ്പോൾ ഈവൻ നിങ്ങൾ നോക്കൂ, ഈ രണ്ട് വാല്യൂയും സെയിം ആണല്ലേ? കാരണം X% ഇൻക്രീസും X% ഡിക്രീസും ആണ്. അപ്പോൾ ഈ ഇക്വേഷനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഓവറാൾ ചേഞ്ച് എന്ന് പറയുന്നത് X²/100% ഡിക്രീസ് ആയിരിക്കും. കാരണം ഇത് ഈ ഒരു ഏരിയ കട്ടായി പോവും. +40 -40 ക്യാൻസൽ ആയി പോവും. അപ്പോൾ ഇവിടെ വൈക്ക് പകരം ഞാൻ എന്തിട്ട് കൊടുത്തു? വൈയും എക്സും സെയിം ആയതുകൊണ്ട് വൈക്ക് എക്സ് ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്നും കൂടി കട്ട് ഷോർട്ട് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? സെയിം പെർസെൻറ്റേജ് ഇൻക്രീസും ഡിക്രീസും ആണെങ്കിൽ അവിടെ ഓൾവേസ് ഡിക്രീസ് ആയിരിക്കും. ഡിക്രീസിൻ്റെ പെർസെൻറ്റേജ് എന്തായിരിക്കും വരിക? X²/100 ആയിരിക്കും. ഓക്കെ, ഈവൻ നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലൊക്കെ അപ്ലൈ ചെയ്യുക. ഈവൻ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഞാൻ പറഞ്ഞായിരുന്നു, ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ പെർസെൻറ്റേജ് പഠിക്കുമ്പോൾ നമുക്ക് കുറേ ബോണസുകൾ കിട്ടും. അതായത് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഇതൊക്കെ ഇതിനകത്തൊക്കെ മുഴുവൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർസെൻറ്റേജിൻ്റെ കോൺസെപ്റ്റ് തന്നെയാണ്. അപ്പം കോമ്പൗണ്ട് ഒക്കെ നമ്മൾ ക്ലാസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് മെത്തേഡിലായിരിക്കും നമ്മളിപ്പം ഈ എക്സ്പ്രസ് ബാച്ചിൽ ചെയ്യിക്കുക. കുറച്ച് വാല്യൂസ് ഒക്കെ കാണാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തു പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കുക, ഒരു നമ്പറിന് പുറത്ത് X and Y% ചേഞ്ച് വരികയാണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓവറാൾ ചേഞ്ച് കാണാൻ എന്ത് ഉപയോഗിച്ചാൽ മതി? X + Y + XY/100. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. A and B are numbers such that A is 40% larger than B. A decreased by 20, B increased by 30. Then what is the percentage increase in the total value എന്നാണ് ചോദ്യം അല്ലേ? അപ്പോൾ നോക്കൂ, എന്റെ പെർസെൻറ്റേജ് നമുക്കറിയും. A and B are two numbers എന്നാണ് പറയുന്നത് അല്ലേ? A is 40% larger than B. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ബിനേക്കാളും A 40% കൂടുതലാണ്. B 100 കൊടുത്തു.
ബി 100 കൊടുക്കുകയാണെങ്കിൽ എ എന്ത് വരും? 140 വരും. ഇനിയും എ ഒരു 20% കുറയുകയാണെങ്കിൽ അല്ലെ, എ ഒരു 20% കുറഞ്ഞു. അപ്പം 140ന്റെ 20% അവിടെ ഡിക്രീസ് ആവും. 140ന്റെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140ന്റെ 20% എന്ന് പറഞ്ഞാൽ 10% 14 20% എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 28 കുറയും. ബി ആണെങ്കിൽ ഒരു 38% കൂടി. അപ്പം ബിന്റെ വാല്യൂ 100 അല്ലേ, 100നോട് 38% കൂട്ടി എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടുത്തെ ചേഞ്ച് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു 38 കൂടും. ഇനിയും വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ദ ടോട്ടൽ വാല്യൂ ഓഫ് എ ആൻഡ് ബി എന്നാണ് ചോദ്യം അല്ലേ. അപ്പൊ നോക്കൂ, പണ്ട് എയും ബിയും കൂടി എ ആൻഡ് ബിന്റെ സം എത്രയായിരിക്കും വരിക? 140 + 100. 140 + 100 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 240 കിട്ടും. ഇപ്പോഴത്തെ ചേഞ്ച് എന്താണ്? ഈ രണ്ട് പെർസെൻറ്റേജ് അപ്ലൈ ചെയ്തപ്പോൾ എന്തായി? ഇവിടെ -28 ആണെങ്കിൽ ഇവിടെ എന്തായി? +38 ആയി. ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? +10 കിട്ടും. +10 കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പണ്ടത്തേനേക്കാളും, അതായത് മുമ്പത്തെ വാല്യൂ 240 ആണെങ്കിൽ ഇപ്പോഴത്തെ ടോട്ടൽ എന്തായിരിക്കും? 10 കൂടുതലായിരിക്കും, 250 ആയി കാണും. സോ അപ്പം എത്ര ശതമാനം കൂടി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ്, കൂടിയതിൻ്റെ ശതമാനം. അപ്പം 10 ആണ് കൂടിയത്. സോ പെർസെൻറ്റേജ് ഇൻക്രീസ് കാണാൻ 10 240ന്റെ എത്ര നോക്കിയാൽ മതി. 10/240 ഇൻറ്റു 100. 10/240 ഇൻറ്റു 100 അല്ലേ. 10/240 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്താ കിട്ടുന്നതെന്ന് നോക്കിയേ അല്ലേ. ഇത് കിട്ടുക 1/20 അല്ലേ. 100/24 ആണ്. ഈവൻ നമ്മൾ 100/12ന്റെ വാല്യൂ നിങ്ങൾ പഠിക്കും. ഇത് ആക്ച്വലി ഡിവിഷൻ ചെയ്താൽ 100/24 ഡിവിഷൻ ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? 4/1/6 ആയിരിക്കും ആൻസർ കിട്ടുക. ദെൻ ഈവൻ നിങ്ങളെ 1/12ന്റെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞതിലുണ്ട്. 1/12 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? 8.33 ആണ്. അപ്പം 1/24 ആണ് ആക്ച്വലി ഇത്. 1/24 എന്ന് പറഞ്ഞാൽ 8.33ന്റെ പകുതിയായിരിക്കും. 8.33ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 4/1/6 കിട്ടും. ഇനിയും നമ്മൾ ആവറേജിൻ്റെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല. ഈവൻ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ പ്രോബ്ലം ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവറേജിൻ്റെ കോൺസെപ്റ്റ് ചെയ്യുന്നതാണ്. കാരണം അവിടുത്തെ ഓവറാൾ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, മൊത്തത്തിലുള്ള ചേഞ്ചാണ്. ആ ഒരു മൊത്തത്തിലുള്ള ചേഞ്ച് കാണാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് പെർസെൻറ്റേജുകളുടെ ആവറേജ് കണ്ടാൽ മതി. ആവറേജ് കാണുമ്പം ഒരു കാര്യം ശ്രദ്ധിക്കണം, ആവറേജ് ക്വാണ്ടിറ്റി സെയിം അല്ല. അതുകൊണ്ട് ഡയറക്റ്റ് ആവറേജ് കാണാൻ പറ്റൂല. ആവറേജ് കാണുക എന്ത് റേഷ്യോയിലായിരിക്കണം? 140:100 എന്ന് പറയുമ്പോൾ എന്ത് റേഷ്യോ ആണ്? 7:5. ആ റേഷ്യോയിൽ ഓവറാൾ ആവറേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 4/1/6 കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13. മാർക്ക് ഒബ്റ്റൈൻഡ് ബൈ എ ഇൻ എ ടെസ്റ്റ് ആർ 20% മാർക്ക് ഒബ്റ്റൈൻഡ് ബൈ ബി and C obtained 85% of the total mark obtained by A and B. By what percentage mark obtained by A less than mark obtained by C എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം മാർക്ക് ഒബ്റ്റൈൻഡ് ബൈ എ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബിനേക്കാളും എന്ത് കൂടുതലാണ്? 20% കൂടുതലാണ്. അപ്പം നമ്മൾ ബിനെ വെച്ചിട്ടാണ് ആരെ എടുക്കുന്നത്? എ. സോ അപ്പം നമുക്ക് ബിക്ക് 100 ഇട്ട് കൊടുക്കാം. ബിക്ക് കിട്ടിയ മാർക്ക് 100 ആണെങ്കിൽ എക്ക് കിട്ടിയ മാർക്ക് എന്തായിരിക്കും? 120 ആയിരിക്കും. ഇനിയും സി ഒബ്റ്റൈൻഡ് 85% ഓഫ് ദ ടോട്ടൽ മാർക്ക് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം എക്കും ബിക്കും കൂടി ടോട്ടൽ എത്ര മാർക്ക് കിട്ടി? 120ഉം 100ഉം. 120ഉം 100ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 220. അപ്പം സിക്ക് കിട്ടിയ മാർക്ക് കാണാൻ 220ന്റെ എന്ത് കണ്ടാൽ മതി? 85%. അപ്പം 220ന്റെ 85% കാണാൻ 220 ഇൻറ്റു 85/100 ചെയ്താൽ മതി. അതിനേക്കാളും നല്ലത് എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. 85% കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ 15% കുറച്ചാലും മതി. 10% എത്രയാണ് വരുന്നത്? 22 ആണ് അല്ലെ. 220ന്റെ 10% 22 ആണ്. 5% 11 ആണ്, പകുതി. അപ്പം 15% എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 33 കിട്ടും. അപ്പം 220നേക്കാളും എന്ത് കുറയ്ക്കുക? 33 കുറയ്ക്കുക. 220ൽ നിന്ന് 33 കുറയ്ക്കുന്നു. 220ൽ നിന്ന് 33 കുറച്ചാൽ സീൻ്റെ മാർക്ക് കിട്ടും. സീൻ്റെ മാർക്ക് എത്രയാണ് കിട്ടുന്നത്? വേഗം പറഞ്ഞേ അല്ലേ. 220ൽ നിന്ന് 33 കുറയ്ക്കുമ്പോൾ 187 കിട്ടും. ഓക്കെ,
അപ്പോൾ സീൻ്റെ മാർക്ക് 187 കിട്ടി. ഇനിയും കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? ബൈ വാട്ട് പെർസെൻറ്റേജ് ദ മാർക്ക് ഒബ്റ്റൈൻഡ് ബൈ എ ലെസ് ദാൻ ദ മാർക്ക് ഒബ്റ്റൈൻഡ് ബൈ സി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം എയ്ക്ക് കിട്ടിയ മാർക്ക് സീനേക്കാളും എത്ര ശതമാനം കുറവെന്നാണ് ചോദ്യം. അപ്പോൾ സീൻ്റെ മാർക്ക് നിങ്ങൾക്കറിയും 187 എയ്ക്ക് എത്ര മാർക്കേ ഉള്ളൂ? 120 മാർക്കേ ഉള്ളൂ. എത്ര മാർക്കിൻ്റെ കുറവുണ്ട് അല്ലേ? ബൈ വാട്ട് പെർസെൻറ്റേജ് മാർക്ക് ഒബ്റ്റൈൻഡ് ബൈ എ ലെസ് ദാൻ സി എന്നാണ് പറയുന്നത്. സീനേക്കാളും എയ്ക്ക് എത്ര ശതമാനം കുറവെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് എടുക്കേണ്ടത്. 187 120 തമ്മിലുള്ള ഡിഫറൻസ് എത്ര കിട്ടും? 67 കിട്ടും. 67 187ൻ്റെ എത്ര ശതമാനം നോക്കണം. ക്ലിയർ? ദെൻ 67/187 ഇൻറ്റു എന്ത് ചെയ്യണം? 100 ചെയ്യണം. 67/187 ഇൻറ്റു 100 ചെയ്യുമ്പം നമുക്കവിടെ എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കിയേ. കാൽക്കുലേഷൻ ചെയ്യാം. നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോഴേക്കും 67 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്ലേ 67 ഫാക്ടേഴ്സ് ഒന്നും പോവില്ല, പ്രൈം നമ്പറാണ്. നമ്മളപ്പോൾ അവിടെ എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു കാൽക്കുലേഷൻ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ നോക്കൂ, കുറച്ചും കൂടി സിമ്പിളായിട്ട് നോക്കൂ. 10% ഏകദേശം ഒരു ആൻസറിലേക്ക് എത്താൻ വേണ്ടി, ആ ഒരു കാൽക്കുലേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. 10% എത്രയാണ് വരിക? 18.7 ആണ്. നിങ്ങൾ ടേബിൾ പഠിക്കുകയാണെങ്കിൽ 18ൻ്റെ ടേബിൾ പഠിക്കുകയാണെങ്കിൽ പണി എളുപ്പമാണ്. 67-ൽ 18 4 പ്രാവശ്യം പോകില്ല അല്ലേ. 67-ൽ 18 എത്ര പ്രാവശ്യമേ പോവുള്ളൂ? 3 പ്രാവശ്യമേ പോവുള്ളൂ. അപ്പോൾ ഒരു കാര്യം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 30ൻ്റെയും 40ൻ്റെയും എന്തായിരിക്കും? ഇടയിലായിരിക്കും. ഇനിയും 18 ഇൻറ്റു 3 ചെയ്താൽ എത്ര കിട്ടും? 54 കിട്ടും. 0.7 ഇൻറ്റു 3 ചെയ്താൽ 0.7 ഇൻറ്റു 3 ചെയ്താൽ 2.1 കിട്ടും. അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു കാര്യം ചെയ്യാം. 2.1നെ 2 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം 54-ഉം 2ഉം എത്ര കിട്ടി? 56 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 56 എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി എന്താണ്? 30%. ബാലൻസ് എത്രയുണ്ട്? 11 ഉണ്ട് അല്ലേ. ഇനിയും 11-ൽ 1% എന്ന് പറഞ്ഞാൽ 1.8 ആണ്. 11-ൽ 1.87 എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം പോകും? 1.86 പ്രാവശ്യം പോകും. പക്ഷെ 1.87 പ്രാവശ്യം പോകൂല. അതുകൊണ്ട് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 36% എത്തൂല, കുറച്ച് കുറവായിരിക്കും. സോ ആൻസർ വരിക എന്തായിരിക്കും? 35.8 ആയിരിക്കും. ഓക്കെ, സോ ആൻസർ വരിക ഓപ്ഷൻ എന്തായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ കാൽക്കുലേഷൻ ആ ഒരു ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം മനസ്സിലാക്കി വർക്കൗട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുക കാൽക്കുലേഷൻ്റെ ഏരിയയിലായിരിക്കും. ചിലപ്പം പ്രോബ്ലം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് മനസ്സിലാവും. ബട്ട് അതൊരു കാൽക്കുലേഷൻ സൈഡിലേക്ക് വരുമ്പം അവിടെ ചിലപ്പം കുറേ ടൈം നിങ്ങൾക്ക് ഇതായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കാൽക്കുലേഷൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരുന്നത് കേട്ടോ. ഓക്കെ, സോ ടേബിൾസ് ഒക്കെ പഠിക്കുക. പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. ഈ ബാച്ച് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം? ഫോളോ ചെയ്യണം. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് QAയിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അടിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. In an examination, Sunita scored 90% of what Anita scored, while Anita's score was 110% of Vinita scored. If Sunita scored 198 mark in the examination, how many mark did Vinita score എന്നാണ് ചോദ്യം അല്ലേ. അപ്പം സുനിത എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സുനിത സ്കോർഡ് 90% ഓഫ് വാട്ട് അനിത സ്കോർഡ് എന്ന് ക്വസ്റ്റ്യൻ്റെ സ്റ്റാർട്ടിങ്ങിലെ പറയുന്നുണ്ട്. സുനിത സ്കോർഡ് 90% ഓഫ് വാട്ട് അനിത സ്കോർഡ് എന്ന് പറയുന്നുണ്ടല്ലേ. ഓൾറെഡി സുനിതേൻ്റെ സ്കോർ തന്നിട്ടുണ്ട്. സുനിതേൻ്റെ സ്കോർ എത്രയാണ്? 198 ആണ്. ഈ ഒരു 198ൻ്റെ പ്രത്യേകത എന്താണ്? സുനിതയ്ക്ക് കിട്ടിയ മാർക്ക് അനിതയ്ക്ക് കിട്ടിയതിൻ്റെ 90%. സോ സുനിതയിൽ നിന്ന് അനിത കണ്ടുപിടിച്ചുകൂടെ? ഈ ഒരു മാർക്ക് എന്തായിരിക്കും? 90% ആരുടെ 90%? അനിതയ്ക്ക് കിട്ടിയ മാർക്കിൻ്റെ 90%. അപ്പം അനിതയ്ക്ക് കിട്ടിയ മാർക്ക് കാണാൻ ഇൻറ്റു 100 ചെയ്താൽ മതി അല്ലേ. 0 0 ക്യാൻസലായി. 198-ൽ 9 എത്ര ടൈംസ് പോകും? 22 ടൈംസ് പോകും. അപ്പോൾ ഇത് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് അനിതേൻ്റെ മാർക്ക് കിട്ടും. അനിതേൻ്റെ മാർക്ക് എത്ര കിട്ടി? 220 കിട്ടി. ഇനിയും അനിത സ്കോർ വാസ് 110% ഓഫ് വാട്ട് വിനിത സ്കോർഡ് എന്നാണ് പറയുന്നത് അല്ലേ.
അപ്പം വിനിതയ്ക്ക് കിട്ടിയ മാർക്കിന്റെ 110% ആർക്ക് കിട്ടിയത്? അനിതയ്ക്ക് കിട്ടിയത്. അതിനർത്ഥം അനിത 100 ആണെങ്കിൽ വിനിത 100 ആണെങ്കിൽ അനിതേന്റെ വാല്യൂ എന്തായിരിക്കും? 110 ആയിരിക്കും. വിനിതേന്റെ 110% അനിത. അപ്പൊ ഈ ഒരു 220 എന്ന് പറയുന്നത് വിനിതയുടെ സ്കോറിന്റെ 110%. അപ്പൊ വിനിത കാണാൻ 220/110 × 100 ചെയ്താൽ മതി. 220/110 × 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആൻസർ എത്ര കിട്ടും? അല്ലെ, 0 ക്യാൻസൽ ആയി. 22-ൽ 11 2 ടൈംസ് ആൻസർ അവിടെ എന്ത് കിട്ടും? ഓപ്ഷൻ സി കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2 students appear for an entrance examination. One of them secured 15 marks more than the other and his mark are 80% of the sum of their mark. What are the mark obtained by each of them എന്നാണ് ചോദ്യം അല്ലേ. അപ്പോൾ നോക്കൂ, 2 ആൾക്കാരാണ് എൻട്രൻസ് എക്സാം അപ്പിയർ ചെയ്തത്. വൺ ഓഫ് ദം സെക്യൂർഡ് 15% മോർ ദാൻ ദ അതർ ആൻഡ് ഹിസ് മാർക്ക് ഈസ് 80% ഓഫ് ദ സം ഓഫ് ദെയർ മാർക്ക് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം നോക്കൂ, 2 ആൾക്കാരാണ്. ഇപ്പം എക്സും വൈയും 2 മാർക്ക് സിമ്പിളായിട്ട് എക്സും വൈയും ആണെന്ന് വിചാരിക്കുക. അപ്പം ഒരാൾക്ക് എന്ത് കിട്ടിയെന്നാണ് പറയുന്നത്? കൂടുതൽ മാർക്ക് കിട്ടിയ ആളല്ലേ, എക്സിനാണ് കൂടുതൽ മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവൻ എത്ര മാർക്ക് കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? വൈനേക്കാളും 15 മാർക്ക് കൂടുതലാണ്. ഇനിയും ഇവൻ്റെ മാർക്ക്, ഈ ഒരു എക്സിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു സമ്മിൻ്റെ എന്തായിരിക്കും? 80% ആയിരിക്കും അല്ലേ. അപ്പം നമുക്കൊരു കാര്യം ചെയ്തുകൂടെ? ഈ ഒരു സമ്മും അല്ലേ, നമുക്ക് 2 ആൾക്കാരുടെ സമ്മും അറിയും, എക്സും അറിയും. എക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആളാണ്. അപ്പം ഈ 2 ആൾക്കാർ തമ്മിലുള്ള പെർസെൻറ്റേജ് റിലേഷൻ അവിടെ പറയാൻ പറ്റും. അപ്പോൾ ഇവന് കിട്ടിയ മാർക്ക് സമ്മിൻ്റെ 80% ആണ്. അതിനർത്ഥം സമ്മ് 100 ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ വലിയ ആൾക്ക് കിട്ടിയ മാർക്ക് എന്ത് കൊടുക്കാം? 80 കൊടുക്കാം. സോ ഈ 2 ആൾക്കാരുടെ മാർക്കിൻ്റെ റേഷ്യോ നമുക്ക് എന്തെഴുതാം? 80:100. 80:100 കട്ട് ചെയ്താൽ എന്തെഴുതാം? 4:5 എഴുതാൻ പറ്റും. ക്ലിയർ? ഇനിയും നോക്കൂ, ഈ 5 പാർട്ട് എന്ന് പറയുന്നത് 2 പേരുടെയും കൂടി മാർക്കിന്റെ സമ്മാണ് അല്ലേ. അതിൽ വലിയ ആളുടെ മാർക്കിന്റെ റേഷ്യോ നമുക്കറിയും. വലിയ ആളുടെ മാർക്കിന്റെ റേഷ്യോ എന്താണ്? 4 ആണ്. അങ്ങനെയാണെങ്കിൽ 5-ൽ ഒരാൾ 4 ആണെങ്കിൽ ബാക്കിയുള്ള ആൾ ആരായിരിക്കും? 1 പാർട്ടായിരിക്കും. സോ ഈ 2 ആൾക്കാർ തമ്മിലുള്ള റേഷ്യോ നമുക്ക് എന്തെടുക്കാം? 4:1 എടുക്കാം. സോ ഓൾറെഡി ഈ 2 മാർക്കുകൾ തമ്മിലുള്ള ഡിഫറൻസ് 15 ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അങ്ങനെ ആകുമ്പം 3 പാർട്ടായിരിക്കും 15 വരിക. 3 പാർട്ട് 15 ആണെങ്കിൽ 1 പാർട്ട് 5 വരും. സോ 4 പാർട്ട് 20, 1 പാർട്ട് 5. സോ ആൻസർ വരിക എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും, 5ഉം 20ഉം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കൂ. എലക്ഷൻ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എലക്ഷനും മാർക്കും ഒക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സാധാരണ പെർസെൻറ്റേജിൽ റെഗുലറായിട്ട് ചോദിക്കുക. നോക്കൂ, ഇൻ ആൻ election there were only 2 candidates. The winning candidate got 48% of the total vote. His opponent got 6,800 vote, which was 34% of the total votes. Some of the vote were invalid. Winning margin of the candidate who won the election and number of invalid votes respectively എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം ഈ ഇൻവാലിഡ് വോട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് തന്നെയാണ് അല്ലെ. അസാധു, ഇത്ര വോട്ട് അസാധുവായിട്ട് രേഖപ്പെടുത്തി എന്ന് പറയാറുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ഇൻവാലിഡ് വോട്ട് നമ്മൾ ഒരിക്കലും എന്തിനെടുക്കൂല? കൗണ്ടിങ്ങിന് എടുക്കൂല. അപ്പം കൗണ്ടിങ്ങിന് എടുക്കുന്നത് വാലിഡ് വോട്ട്സ് ആണ്. അതിൽ 2 ആൾക്കാരായിരുന്നു ഇലക്ഷനിൽ ഉണ്ടായിരുന്നത്. വിന്നർക്ക് എന്ത് കിട്ടി? 48% കിട്ടി. എന്തിൻ്റെ 48%? ടോട്ടൽ വോട്ട്സിൻ്റെ. അപ്പം നിങ്ങൾ നോക്കൂ, ടോട്ടൽ വോട്ട്സ് 100 വിചാരിക്കാം. ഈ 100-നകത്ത് എന്തൊക്കെയുണ്ട്? വാലിഡ് വോട്ട്സും ഉണ്ട്, ഇൻവാലിഡ് വോട്ട്സും ഉണ്ട്. അപ്പം ഈ 100-നകത്ത് നിന്ന് 48 ആർക്ക് കിട്ടി? വിന്നർക്ക് കിട്ടി. ഓപ്പോണന്റിന് എന്തേ കിട്ടിയിട്ടുള്ളൂ? 34 കിട്ടിയിട്ടുള്ളൂ അല്ലേ. അപ്പം നോക്കൂ, 48ഉം 34ഉം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും കിട്ടുക? 82 കിട്ടും അല്ലേ. 48ഉം 34ഉം ആഡ് ചെയ്താൽ 82 കിട്ടും. അപ്പോൾ 100-ൽ ഔട്ട് ഓഫ് 100 82% അവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ? കൗണ്ട് ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഇൻവാലിഡിൻ്റെ വാല്യൂ അല്ലെങ്കിൽ പെർസെൻറ്റേജ് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? 18% ആയിരിക്കും. ഇനിയും വിന്നർക്ക് എത്ര വോട്ട് കിട്ടി എന്നാണ് പറയുന്നത്? എത്ര വോട്ടിന് വിൻ ചെയ്തു എന്നാണ് പറയുന്നത്?
സോറി ഹിസ് ഓപ്പണന്റ് ഗോട്ട് ആണ്, മാർജിൻ അല്ല, ഓപ്പണന്റ് കിട്ടിയ വോട്ടാണ് 6800. ഓൾറെഡി നമുക്കറിയാം ഓപ്പണന്റിന്റെ പെർസെൻറ്റേജ് 34 അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഒരു 6800 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? 34% ഈക്വൽ ആയിരിക്കും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വിന്നിംഗ് മാർജിൻ ആണ്. വിന്നിംഗ് മാർജിൻ എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഒന്ന് അല്ലേ. അടുത്തത് ഇൻവാലിഡും ആണ്. അപ്പം നോക്കൂ അല്ലെ, എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നോക്കൂ, ജയിച്ച ആൾക്ക് 48ഉം തോറ്റ ആൾക്ക് 34ഉം ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് കിട്ടും? 14% കിട്ടും. സോ ഇൻറ്റു 14 ചെയ്താൽ വിന്നിംഗ് മാർജിൻ കിട്ടും. 6800-ൽ 34 അല്ലെങ്കിൽ 68-ൽ 34 2 പ്രാവശ്യം പോകും. 200 ഇൻറ്റു 14 ചെയ്താൽ എന്ത് കിട്ടും? വിന്നിംഗ് മാർജിൻ കിട്ടും. ഇനിയും 1% 200 ആണെങ്കിൽ ഇൻവാലിഡ് വോട്ടിന്റെ എണ്ണം കാണാൻ 18% കണ്ടാൽ മതി. 200 ഇൻറ്റു 18 ചെയ്ത് കഴിഞ്ഞാൽ ഇൻവാലിഡ് വോട്ട്സിന്റെ എണ്ണവും കിട്ടും. അത് 3600 വരും അല്ലേ. അപ്പോൾ നമ്മുടെ ആൻസർ വരിക 2800-ഉം 3600-ഉം. ക്ലിയർ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ ആൻ എക്സാമിനേഷൻ 55% of the candidate passed in English, 35% passed in Maths, and 20% candidates passed in both the subject. Total number of failed candidates in both the subjects എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോറി, total number of failed candidates in both the subject is 1200. Then find how many candidates took the exam എന്നാണ് ചോദ്യം അല്ലേ. അപ്പം 2 സബ്ജക്റ്റും ഫെയിൽ ആയ ആൾക്കാരുടെ എണ്ണം തന്നു 1200 ആണ്. മൊത്തം എക്സാം എഴുതിയ ആൾക്കാരുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നിങ്ങൾ നോക്കൂ, ഇവിടെ നമുക്ക് പാസ്സായ ആൾക്കാരെ പറ്റിയാണ് പറയുന്നത് അല്ലേ. ഇംഗ്ലീഷ് പാസ്സായ ആൾക്കാർ, മാത്സ് പാസ്സായ ആൾക്കാർ, 2 സബ്ജക്റ്റും പാസ്സായ ആൾക്കാർ. അപ്പം മൊത്തം എക്സാം എഴുതിയ ആൾക്കാർ 100 നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. മൊത്തം എക്സാം എഴുതിയ ആൾക്കാരുടെ പെർസെൻറ്റേജ് 100 ആണെങ്കിൽ അല്ലെ, 2ഉം തോറ്റ ആൾക്കാർ, 2 സബ്ജക്റ്റും ഫെയിൽ ആയ ആൾക്കാരെ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? 100-ൽ നിന്ന് എന്തേലുമൊക്കെ പാസ്സായ ആൾക്കാരെ എന്ത് ചെയ്താൽ മതി? ഡിഡക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി വെന്ന് വരയ്ക്കുന്നു. ആദ്യം നോക്കൂ, നമുക്ക് 2 സബ്ജക്റ്റ് ആണല്ലേ, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ള വെന്നൊന്ന് വരയ്ക്കുകയാണ്. അതാകുമ്പോൾ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവും നിങ്ങൾക്ക്. 2 സബ്ജക്റ്റ് ആണ് പറയുന്നത്. ഇംഗ്ലീഷ് ഉണ്ട്, ദെൻ എന്തായിരുന്നു, മാത്സ് ഉണ്ട് അല്ലേ, 2 സബ്ജക്റ്റ്. അപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 സബ്ജക്റ്റും പാസ്സായ ആൾക്കാരായിരിക്കും അല്ലേ. 2 സബ്ജക്റ്റും പാസ്സായ ആൾക്കാരുടെ ശതമാനം തന്നിട്ടുണ്ട്. എത്ര ശതമാനമാണ് തന്നിരിക്കുന്നത്? 20 ആണ്. ഇനിയും 55% കാൻഡിഡേറ്റ് പാസ്ഡ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇംഗ്ലീഷിൻ്റെ ഈ ഒരു വാല്യൂ ആണ് അല്ലെ, ഈ ഒരു വെന്നിൻ്റെ ടോട്ടൽ വാല്യൂ ആണ് എന്ത് വരുന്നത്? 55. അതിൽ ഓൾറെഡി അവിടെ എന്ത് വന്നു കഴിഞ്ഞു? 20 വന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ആയിരിക്കും ഈ ഒരു ഏരിയയിൽ വരിക. അപ്പോൾ എത്ര വരും? 55 - 20. 55 - 20 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 35 കിട്ടും. അപ്പോൾ ഈ ഒരു 35% എന്തു മാത്രം പാസ്സായ ആൾക്കാരാണ്? ഇംഗ്ലീഷ് മാത്രം പാസ്സായ ആൾക്കാരാണ്. അതേപോലെ മാത്സ് എടുക്കുന്നു. മാത്സ് എടുക്കുമ്പോഴേക്കും 35% ആണ് മാത്സ് പാസ്സായത് അല്ലേ. അതിനർത്ഥം ദാ ഈ ഒരു വെന്നിൻ്റെ വാല്യൂ ആണ് എന്ത് വരുന്നത്? 35. അതിൽ ഓൾറെഡി 20 വന്നു. അപ്പം മാത്സ് മാത്രം പാസ്സായ ആൾക്കാരുടെ പെർസെൻറ്റേജ് എത്രയായിരിക്കും വരിക? 35 - 20 എത്ര കിട്ടും? 15% കിട്ടും. അപ്പോൾ നോക്കൂ, ഈ പറഞ്ഞ ശതമാനങ്ങളൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയുണ്ട്? എന്തേലുമൊക്കെ പാസ്സായ ആൾക്കാരുണ്ടല്ലേ. 2 സബ്ജക്റ്റ് പാസ്സായ ആൾക്കാരുണ്ട്, അതുപോലെ ഇംഗ്ലീഷ് മാത്രം പാസ്സായ ആൾക്കാരുണ്ട്, മാത്സ് മാത്രം പാസ്സായ ആൾക്കാരുണ്ട്. എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്കവിടെ എത്ര ശതമാനം കിട്ടുന്നുണ്ട് നോക്കിയേ? 7 അല്ലേ. 35, 25, 15 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 70% ആണ് അവിടെ പാസ് ഉള്ളത്. ഇറ്റ് മേ ബി ഐദർ 1 സബ്ജക്റ്റ് ആകാം ഓർ ബോത്ത് ദ സബ്ജക്റ്റ് ആകാം. അപ്പോൾ 70% ആണ് പാസ്സെങ്കിൽ ബാക്കിയുള്ള 30% എന്തായിരിക്കും? ഫെയിലായിരിക്കും. അതിനർത്ഥം ഈ ഫെയില് മൊത്തം സബ്ജക്റ്റ് 2 സബ്ജക്റ്റും ഫെയിലായ 1200 എന്തിന് ഈക്വൽ ആയിരിക്കും? ടോട്ടലിൻ്റെ 30%. ടോട്ടൽ കാണാൻ ഇൻറ്റു 100 ചെയ്താൽ മതി. 1200/30 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും അല്ലേ? 0 കട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലേ 120/3 ചെയ്താൽ 4 കിട്ടും. സോറി 40 കിട്ടും. 40 × 100 ചെയ്താൽ എത്ര കിട്ടും? 4000 കിട്ടും. ഓക്കെ. അപ്പോൾ അതാണ് കോൺസെപ്റ്റ്. ഈവൻ നിങ്ങൾ വെന്ന് വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് P of A യൂണിയൻ B എന്ന് പറയുന്നത് P of A + P of B - P of A ഇൻ്റർസെക്ഷൻ B ആണ്. ആ ഒരു കോൺസെപ്റ്റ് അപ്ലൈ ചെയ്താൽ മതി. മനസ്സിലാകാൻ വേണ്ടിയാണ് വെന്ന് വരച്ചത്. 2ലും കോമൺ ആയിട്ടുള്ളത് എത്രയാണ്? 20 ആണല്ലേ. അപ്പം അവിടുത്തെ പാസ് പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്താൽ മതി? 55 + 35 - 20 ചെയ്താൽ മതി.
55 പ്ലസ് 35 90 ആണ്. 90ന്ന് 20 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 70% കിട്ടും. അങ്ങനെ ഡയറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എക്സാമിന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 18. ഇൻ എ സ്കൂൾ 60% ഓഫ് ദ സ്റ്റുഡൻസ് പാസ്ഡ് ഇൻ ആൻ എക്സാമിനേഷൻ. നമ്പർ ഓഫ് ഫെയിൽഡ് കാൻഡിഡേറ്റ് ഈസ് 240. ദെൻ കാൻഡിഡേറ്റ് ദാറ്റ് ഹാവ് ബീൻ പാസ്ഡ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 60% പാസ്ഡ് ആണെങ്കിൽ ബാക്കി 40% എന്തായിരിക്കും? ഫെയിൽഡ് ആയിരിക്കും. നമ്മൾ നേരത്തെ ഒരു ഫുട്ബോൾ മാച്ചിന്റെ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ 60% പാസ്ഡ് ആണെങ്കിൽ ബാക്കി 40% ആയിരിക്കും ഈ തന്നിരിക്കുന്ന 240 അല്ലേ. സോ ഈ ഒരു 240 40%. ടോട്ടൽ ആയിരുന്നു കാണേണ്ടിയിരുന്നത് എങ്കിൽ ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ മതി. ഇവിടെ ടോട്ടൽ കാൻഡിഡേറ്റ്സ് അല്ല ചോദിച്ചത്, പാസ്സായ ആൾക്കാരെയാണ് ചോദിച്ചിരിക്കുന്നത്. പാസ്സായ ആൾക്കാരെ കാണാൻ എത്ര പെർസെൻറ്റേജിൻ്റെ വാല്യൂ കണ്ടാൽ മതി? 60%. സോ 40ഉം 60ഉം കട്ട് ചെയ്യുന്നു. 40ഉം 60ഉം കട്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3/2. സോ 240/2 ചെയ്താൽ 120 കിട്ടും. 120 ഇൻറ്റു 3 ചെയ്താൽ എന്ത് കിട്ടും? 360 കിട്ടും. ഓപ്ഷൻ 1 വരും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 19 നോക്കിയേ. പ്രൈസ് ഓഫ് എ ഗ്രോസറി ഐറ്റം കൺസ്യൂംഡ് ബൈ എ ഫാമിലി ഇൻക്രീസ്ഡ് ബൈ 25%. By what percentage should its consumption reduce so as to keep the expenditure on this item unchanged എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഒരു ഗ്രോസറിൻ്റെ വില എന്തു കൂടി? 25% കൂടി. സോ കൺസംഷൻ എന്ത് കുറയ്ക്കണം എന്നാണ് ചോദ്യം. എക്സ്പെൻഡിച്ചർ അൺചേഞ്ച്ഡ് ആണ്. അതായത് നമ്മൾ ആ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി ചെലവാക്കുന്ന ബഡ്ജറ്റ് മാറുന്നില്ല. ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ പണ്ട് 100 രൂപയ്ക്കാണ് ഞാൻ ഒരു ഷുഗർ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. 1 കിലോ ഷുഗറിൻ്റെ വില 100 രൂപയാണെന്ന് വിചാരിക്കുക മാർക്കറ്റിൽ. പണ്ട് ഞാൻ 100 രൂപയ്ക്കാണ് ഷുഗർ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഷുഗറിൻ്റെ വില എന്തായി? 25% കൂടി, 125 ആയി കാണും അല്ലേ. പക്ഷെ ഞാൻ എൻ്റെ എക്സ്പെൻഡിച്ചർ കൂട്ടുന്നില്ല. പണ്ട് 100 രൂപയാണ് ചിലവാക്കുന്നത് എങ്കിൽ ഇപ്പോഴും എന്തേ ചിലവാക്കുന്നുള്ളൂ? 100 ചിലവാക്കുന്നുള്ളൂ. പണ്ടത്തെ ക്വാണ്ടിറ്റി കിട്ടണമെങ്കിലേ, പണ്ട് എനിക്ക് 100 രൂപയ്ക്ക് 1 കിലോയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പം 100 രൂപയ്ക്ക് 1 കിലോ കിട്ടുമോ? ഇല്ല. 1 കിലോ കിട്ടണമെങ്കിൽ എന്ത് കൊടുക്കണം? 125 രൂപ കൊടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി കുറയും, അല്ലെങ്കിൽ നമ്മുടെ കൺസംഷൻ കുറയും. അത് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ ലോജിക്ക് തന്നെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നോക്കൂ, പണ്ടത്തെ ആർട്ടിക്കിളിൻ്റെ വില എന്ന് പറയുന്നത്, പണ്ട് 1 കിലോ കിട്ടണമെങ്കിൽ എന്ത് കൊടുക്കണം? 100 രൂപ കൊടുക്കണം. ഇപ്പം 1 കിലോ കിട്ടണമെങ്കിൽ എന്ത് കൊടുക്കണം? 125 കൊടുക്കണം. നമ്മളുടെ കയ്യിൽ എത്ര രൂപയേ ഉള്ളൂ? 100 രൂപയേ ഉള്ളൂ. 100 രൂപ കൊണ്ടാണ് നമ്മൾ മാർക്കറ്റിലേക്ക് പോകുന്നത്. അപ്പം 125ൻ്റെ സാധനം വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിൽ എത്ര രൂപേൻ്റെ കുറവുണ്ട്? 25 രൂപേൻ്റെ കുറവുണ്ട്. അപ്പം 25 രൂപയ്ക്ക് എന്താണോ ക്വാണ്ടിറ്റി മാർക്കറ്റിൽ കിട്ടുന്നത് അത്രയും കുറവായിരിക്കും. മാർക്കറ്റിൽ ഇപ്പം സാധനം തൂക്കി കൊടുക്കുന്നത് 125-നാണ്. അപ്പം 25-ന് എന്ത് കുറയും എന്ന് ചോദിച്ചാൽ ആൻസർ എന്തായിരിക്കും വരിക? 25/125 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 100. സോ അപ്പോൾ നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് 1/5 ആണ്. 1/5 ഇൻറ്റു 100 ചെയ്താൽ എന്ത് കിട്ടും? 20% കിട്ടും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നിങ്ങൾക്ക് ഇനിയും പെർസെൻറ്റേജിൻ്റെ ഒരു ക്ലാസ്സും കൂടി ഉണ്ടാകും. നമ്മൾ എല്ലാ ടോപ്പിക്കും 2-3 ക്ലാസ്സുകളായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ, ഡിഫറെൻറ്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രിപ്പയർ ചെയ്യുക. ഡൗട്ട്സ് കാര്യങ്ങളുണ്ട് എങ്കിൽ നമ്മളുടെ ചാനലിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പിന്നെയും കാണാം കേട്ടോ.